السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هو الذي يصلي عليكم وملائكته ليخرجكم من الظلمات إلى النور وكان بالمؤمنين رحيما. قال الله عز وجل: من صلى صلاة واحدة صلى الله عليه بها 10 أو كما شفعنا رسول الله. ما جف دمعا سال من عينيه لكنه يجري على الخدين منه بقلبي سيد الكونين حيا وميتا في التراب رميما. صلوا عليه وسلموا تسليما. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഈ വേദിയിൽ അധ്യക്ഷനവരുകളെ, തദ്ബീറുൽ ഇസ്ലാം മദ്രസ റഹ്മാനിയ ജുമാ മസ്ജിദ് പണിയൂർ ഇതിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന 25ാമത്തെ വാർഷിക സ്വലാത്തിന്റെ സമാപന ദിവസത്തിലാണ് നാം ഏവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. മാഷാ അല്ലാഹ്, 2 ദിവസത്തിന്റെ നല്ല ഒരു പരിപാടി ഇവിടെ കഴിഞ്ഞു. ഇന്ന് വാർഷിക എന്ന് പറയുമ്പോൾ സാധാരണ ഒരു നാട്ടിൽ വാർഷികത്തിന് അവസാനത്തെ ഒരു ദിവസം എത്രയോ ദൂരത്തിൽ നിന്ന് പോലും ജനങ്ങൾ എത്തിപ്പെടുന്നു. നമ്മുടെ കബീറാജി ഖത്തറിൽ തന്നെ ഈ ഒരു പരിപാടി ഇവിടെ എന്തുണ്ടെങ്കിൽ പെട്ടെന്ന് എത്തിപ്പെടുന്നു. മാഷാ അല്ലാഹ്, എത്തണം. നമ്മുടെ നാട്ടിലെ ഏത് പരിപാടിയുടെ വിജയികൾ നാമാകണം. അതിനിക്കുള്ള ഒരു കാരണമായി കഴിഞ്ഞാൽ 4 സ്വർഗത്തിലേക്ക് ഹബീബിന്റെ കൂടെ പോകാൻ ഇതായിരിക്കും കാരണം. നമ്മുടെ ഇബാദത്ത് കൊണ്ടോ നമ്മുടെ അമൽ കൊണ്ടോ നമുക്ക് സ്വർഗത്തേക്ക് എത്തിപ്പെടുമെന്ന് ഒരിക്കലും നമുക്ക് വിചാരിക്കാൻ പറ്റില്ല.
ഇത് വലിയൊരു കാരണമാണ്. നമ്മുടെ നാട്ടിന്റെ സ്വലാത്തിന്റെ സദസ്സ് അത് ഭംഗിയായിരിക്കൽ, അവിടുത്തെ അവർ കസാല കാലില്ലാതെ കണ്ട് എല്ലാവരും വന്ന് സഹകരിക്കൽ, അത് നമ്മുടെ ഓരോരുത്തരുടെ ബാധ്യതയാണ്. ഇവിടെ ഒരുപാട് ഫ്രണ്ട്സ് സർക്കിളും, മുസ്ലിം ഫ്രണ്ട്സ് സർക്കിളും, പനീർ ഫ്രണ്ട്സ് സർക്കിളും, യുവാക്കൾ പല സംഘടനകളും ഉണ്ട്. ഒരുപാട് യുവാക്കളുള്ള ഒരു നാടെന്ന് വെക്കുമ്പോ അവരെ ഇവിടെ സദസ്സിൽ വളരെ മുന്നോക്കമായി ഹാജരായവരുണ്ട്, ഹാജരാവാത്തവരുണ്ട്. അതവർ നമ്മുടെ ബാധ്യതയല്ലേ എന്റെ മുഅ്മിനീങ്ങളെ മനസ്സിലാക്കേണ്ടതല്ലേ? ഇന്ന് നമ്മുടെ നാട്ടുകാരായ ഞാനായതുകൊണ്ടാവും, മറ്റുള്ള നാട്ടുകാർ ഉസ്താദന്മാരാണെങ്കിൽ ഇവിടെ പലതും ഇവിടെ പറയുമായിരുന്നു. ഇത്രയും ഇവിടെ വരുമ്പോ മുസ്ലിം ഫ്രണ്ട്സ് സർക്കിൾ, അവിടെ വരുമ്പോ പനീർ ഫ്രണ്ട്സ് സർക്കിൾ, പലതും ഇവിടെ സംഘടനയായി വിദ്യാർത്ഥികൾ ഇവിടെ നമ്മുടെ ജമാഅത്തിന്റെ താങ്ങും തണലായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവരെല്ലാവരും ഈ സ്വലാത്ത് കമ്മിറ്റിയിലും മറ്റെല്ലാ കാര്യത്തിലും നാട്ടിൽ നിന്നും ഗൾഫിൽ നിന്നും സഹായിച്ചുകൊണ്ട് കൈകോർക്കുന്നവരാണ്. പക്ഷേ സദസ്സ് ഭംഗിയാക്കൽ ഇവിടെ ഉള്ളവരുടെ ബാധ്യതയാണ്. എത്രത്തോളം ഇന്ന് ഗൾഫിൽ പോയാൽ അവർ ജോലിയുടെ ഇടയ്ക്ക് പോലും ഇന്ന് ലൈവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ലൈവ് വെച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിന്റെ ഗൾഫുകാരായ പ്രവർത്തകന്മാർക്കാണ്. അൽഹംദുലില്ലാഹ്, ഏതുമാകട്ടെ ഇവിടുത്തെ വേദിയിലിരിക്കുന്ന നമ്മുടെ ഗൗരവാധ്യക്ഷൻ മുത്താജ് അവർകൾ, ബഹുമാനപ്പെട്ട മദ്രസയുടെ സദർ ഉസ്താദ്, എന്റെ സുഹൃത്തുമായ ആദം ഫൈസി ഉസ്താദ് അവർകൾ, മുഅല്ലിം ഉസ്താദായ നമ്മുടെ സയ്യിദ് ഉസ്താദ് അവർകൾ, മദനി ഉസ്താദ് അവർകൾ, അതേപോലെ തന്നെ വേദിയിലിരിക്കുന്ന നമുക്ക് സ്വലാത്തിന് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന വലിയ വ്യക്തിത്വങ്ങൾ, സ്വലാത്ത് കമ്മിറ്റി, ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി അടക്കമുള്ള ഭാരവാഹികൾ, നമ്മുടെ ഈ കൂട്ടായ്മ അല്ലാഹു സ്വാലിഹായ സൽക്കർമ്മമായി അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഇന്ന് നമുക്ക് തിരഞ്ഞെടുക്കപ്പെട്ടുള്ള വിഷയമാണ് സ്വലാത്തിന്റെ മഹത്വം. സ്വലാത്തിന്റെ മഹത്വം എന്ന് പറയുമ്പോൾ ആ മഹത്വത്തെ കുറിച്ച് അല്പം നമ്മുടെ സയ്യിദ് ഉസ്താദ് അവർകൾ നമുക്ക് പറഞ്ഞ് മനസ്സിന് തട്ടും പോലെ പറഞ്ഞു. പക്ഷേ ഇന്ന് ഒരുപാട് ആൾക്കാർക്ക് മനസ്സിൽ സംശയങ്ങൾ തോന്നുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിനെ പരിശുദ്ധ ഖുർആൻ അള്ളാഹു കൽപ്പിച്ചതുപോലെ പഠിപ്പിച്ചതുപോലെ ആരാധിക്കലല്ലേ? ഈ നാട്ടിൽ സ്വലാത്ത് മജ്ലിസുകളും സ്വലാത്തുകളും പണ്ടുകാലത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പല നിലയ്ക്ക് ചിന്തിപ്പിക്കുന്ന പല വ്യക്തിത്വങ്ങളുണ്ട്. അടിസ്ഥാനപരമായി ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെച്ച് അവസാനിപ്പിക്കാം. മറ്റുള്ള ഇബാദത്ത് പോലെയല്ല, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്ഥാനം നാം മനസ്സിലാക്കണം. ഈ ലോകത്ത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കണക്കില്ലാത്ത ലക്ഷക്കണക്കായ മലക്കുകൾ അല്ലാഹുവിനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഒരു കൂട്ടം ആൾക്കാരെ അല്ലാഹു പടച്ചിരുന്നു. അവർ ഊണുമില്ലാതെ ഉറക്കമില്ലാതെ അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ച് മാത്രം ജീവിക്കുന്ന ഒരു വിഭാഗമായിരുന്നു. അങ്ങനെ ഉണ്ടായിരിക്കെ ഒരു മനുഷ്യ സമുദായത്തെ അല്ലാഹു പടച്ചു. അതിൽ നിന്ന് ആദ്യ പിതാവായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു പടച്ചു. അതിന്റെ ശേഷം വരുന്ന ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, മൂസാ നബി, ഈസാ നബി, ദാവൂദ് നബി, നൂഹ് നബി, ഖുർആനിൽ പറയപ്പെട്ട 25 നബിമാർ, അതേപോലെ തന്നെ 1,24,000 അംബിയ മുർസലുകളെ അല്ലാഹു തആല പടച്ചു. അവർക്ക് അല്ലാഹു തആല ആയുസ് നീട്ടി അല്ലാഹു കൊടുത്തു. 1000 950 വർഷങ്ങളോളം, 300 വർഷങ്ങളോളം, 400 വർഷങ്ങളോളം ജീവിച്ച ഒരുപാട് നബിമാർ ഇവിടെ കടന്നുപോയിട്ടുണ്ട്. പക്ഷേ അവരിൽ അവസാനത്തെ കണ്ണിയാണ് ഖാതിമുൻ നബിയീൻ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനത്തെ പ്രവാചകനായി ലോകത്തേക്ക് വന്നത്. ജനിക്കുമ്പോൾ തന്നെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു വന്ന നബി 25ാമത്തെ വർഷത്തിൽ കല്യാണം കഴിക്കുകയും 40ാമത്തെ വർഷത്തിൽ നുബുവത്ത് കിട്ടുകയും 53ാമത്തെ വർഷത്തിൽ ഹിജ്റ പോവുകയും 63ാമത്തെ വർഷത്തിൽ വഫാത്താവുകയും ചെറിയ ഒരു 63 വർഷം കൊണ്ട് മാത്രം ജീവിച്ച ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി
അലൈഹി വസല്ലം എന്തുകൊണ്ടാണ് ഈ പ്രവാചകനെ ഇത്രയും പ്രകീർത്തിക്കുന്നത്, ഇത്രയേറെ സ്വലാത്ത് പറയുന്നത്? അല്ലാഹും പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതും അങ്ങനെയാണ്. ഞാനും സ്വലാത്ത് പറയുന്നു, എന്റെ മലക്കുകളും സ്വലാത്ത് പറയുന്നു, നിങ്ങളും പറയുക എന്ന് പറഞ്ഞു. നിസ്കാരത്തെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല, നോമ്പിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, മറ്റുള്ള സൽക്കർമ്മങ്ങളെ കുറിച്ച് അല്ല പറഞ്ഞിട്ടില്ല. ഞാൻ ഹജ്ജ് ചെയ്യുന്നു, നിങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞിട്ടില്ല. നോമ്പിനെ കുറിച്ച് ഞാൻ നോമ്പ് നോക്കുന്നു, നിങ്ങൾ നോമ്പ് നോക്കൂ എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ സ്വലാത്തിനെ കുറിച്ച് അല്ല പറഞ്ഞത്, ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലൻ നബി. ഞാനും എന്റെ മലക്കുകളും ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു. അല്ലാഹുവിന്റെ ഭാഗത്തുള്ള സ്വലാത്ത് അത് കാരുണ്യമാണ്, അത് റഹ്മത്താണ്. അല്ലാഹുവിന്റെ ഭാഗത്തുള്ള കാരുണ്യം അത് റഹ്മത്താണ്. മലക്കുകളുടെ വക്കൽ നിന്നുള്ളതായ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ദുആണ്. പരിശുദ്ധമായ ഖുർആനിൽ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയുകയാണ്, മലക്കുകൾ അങ്ങ് ഹബീബായ മുത്തുനബിക്ക് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് അവിടെ വീണ്ടും അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. നിങ്ങളും അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്തും സലാമും പറയുക എന്ന് പരിശുദ്ധമായ ഖുർആനിൽ പറയുമ്പോ ആ ഹബീബിനെയും ഇത്രയും അല്ലാഹു ശ്രേഷ്ഠമാക്കാൻ കാരണം എന്താണ്? ഒരുപാട് നബിമാർ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ നബിയെ കുറിച്ചുള്ള മഹത്വങ്ങളും അത്ഭുതങ്ങളും മുഅ്ജിസത്തുകളും അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ നബിയെ കുറിച്ച്, ആ നബിയുടെ ശരീരത്തെ കുറിച്ച്, ആ നബിയുടെ ശിരസിനെ കുറിച്ച്, ആ നബിയുടെ ചെവിയെ കുറിച്ച്, ആ നബിയുടെ കണ്ണിനെ കുറിച്ച് ഓരോന്നായി അല്ലാഹു അവിടെ നിന്ന് എടുത്ത് പറഞ്ഞിരിക്കുകയാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള ശരീരത്തിനെ കുറിച്ചിട്ട് അല്ലാഹു പറഞ്ഞത് അത് നൂറാണ്, അത് പ്രകാശമാണ്. അല്ലേ മഹദിയായ ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹാ അവിടുന്ന് തന്റെ റൂമിലിരിക്കുമ്പോൾ തന്റെ കയ്യിൽ നിന്ന് സൂചി വീണു പോയപ്പോൾ പ്രവാചകർ ഒന്ന് കടന്നു വന്നപ്പോൾ ആ പ്രവാചകന്റെ മുഖത്തിന്റെ പ്രകാശം കൊണ്ട് ഞാൻ അങ്ങ് സൂചി പറക്കിയെടുത്തു എന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹബീബായ മുത്തുനബിന്റെ ശരീരം പ്രകാശമാണ്. അവിടുത്തെ തലയാണെങ്കിലോ ആ ശരീരത്തിലുള്ള തലയോ മേഘങ്ങൾ തണലിടുന്ന ശരീരമാണ്. എപ്പോഴും ഹബീബായ മുത്തുനബി ഏത് വെയിലത്ത് പോയാലും അവിടുന്ന് മേഘം തണലിടുമായിരുന്നു. അവിടുത്തേതായ ശരീരത്തിലുള്ളതായ കയ്യാണ്, അവിടുത്തെ ശരീരത്തിലുള്ള കണ്ണുണ്ടല്ലോ, ആ കണ്ണിനെ കുറിച്ച് അല്ലാഹു പറയുകയാണ്. ഹബീബായ മുത്തുനബിന്റെ കണ്ണിന്റെ പ്രകാശം മുന്നിൽ കൂടി കാണുന്ന നബിയായിരുന്നു. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള ശരീരത്തിന്റെ ഓരോന്ന് നോക്കിയാൽ അവിടുത്തെ കണ്ണുകൾ മുമ്പിൽ കാണും പോലെ പിന്നിലും കാണുമായിരുന്നു. അവിടുത്തേതായ ചെവിയാണെങ്കിലോ ദൂരത്തിൽ നിന്ന്, എത്ര ദൂരത്തിൽ നിന്ന് ഒരു വിളി കേട്ടാലും ശബ്ദം കേൾക്കാൻ കഴിവുള്ള നബിയാണ്. അതല്ലേ വെള്ളിയാഴ്ചയോ തിങ്കളാഴ്ചയോ രാത്രിയിൽ നാം ചൊല്ലുന്ന സ്വലാത്ത്, അവിടുത്തെ സലാം നേരിട്ട് റൗളയിലേക്ക് കേൾക്കുന്നു എന്ന് പറഞ്ഞത്. കാരണം ആ കേൾക്കാനുള്ള ശക്തി അല്ലാഹു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ലോകത്ത് അത് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമാണ്. അവിടുത്തേതായ ആ മൂക്കിൻ്റെതായ ആ മണം ആസ്വദിക്കാൻ അവിടുന്ന് എത്ര ദൂരയിൽ നിന്ന് ജിബ്രീൽ അവിടുന്ന് വഹയുമായി അറിയുകയാണെങ്കിൽ ഹബീബായ മുത്തുനബിക്ക് അത് അറിയുമായിരുന്നു. അവിടുത്തെ കയ്യാണെങ്കിലും ബറക്കത്തുള്ള കയ്യാണ്. ആ കയ്യെങ്കാലും ഒരു വെള്ളത്തിൽ മുക്കി കഴിഞ്ഞാൽ റസൂലുള്ളാഹിന്റെ കയ്യിന്റെ വിരലിന്റെ ഇടയിൽ കൂടി വെള്ളം വന്ന മുഇസ്സത്തല്ലേ ഹബീബായ മുത്തുനബിക്ക് അല്ലാഹു കൊടുത്തത്. ഇനി ആ ശരീരത്തിലുള്ളതായ നഖമാണെങ്കിലോ ആ നഖമെങ്കാലും മുറിച്ചെടുത്താലും പോലും അത് ലംഘുന്ന പ്രകാശമായി തീരുന്നതാണെന്ന് അവിടുത്തേതായ മഹദി ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തേതായ കാലുകൾ അത് പർവ്വതത്തിന്റെ മുകൾ നടക്കുമ്പോഴും പോലും
അവിടെ വിറച്ചും കൊണ്ട് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുന്ന് സ്വീകരിക്കുമായിരുന്നെങ്കിൽ അവിടുത്തേതായ പാദം തന്റെ കാലിലുള്ളതായ പാദം താൻ തട്ടിയ സ്ഥലത്തിൽ നിന്ന് പോലും അവിടുന്ന് നഷ്ടപ്പെട്ടപ്പോൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ കാലത്തിൽ ഒരു മിമ്പറിൽ വെച്ചും കൊണ്ട് ഖുതുബ ഓതുകയായിരുന്നു. പക്ഷേ അവസരത്തിൽ മിമ്പറങ്ങ് മാറ്റിയപ്പോൾ ആ പഴയ മിമ്പറങ്ങ് കരഞ്ഞില്ലേ? റസൂലുള്ളാഹിന്റെ പാദം കാല് ചവിട്ടിയ ആ മിമ്പറങ്ങ് കരഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് റസൂലുള്ളാഹിന്റെ ശരീരത്തിന്റെ പിൻഭാഗത്തിൽ മുതുകിൽ കൂടി അവിടെ നിന്ന് ഒരു സീൽ അല്ലാഹു വെച്ചിട്ടുണ്ട്. അത് ഖാതിമുൻ നബീൻ, അവസാനത്തെ പ്രവാചകൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഇങ്ങനെയുള്ള ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു നബിയും നമ്മിൽ നിന്ന് കഴിഞ്ഞു പോയിട്ടില്ല എന്റെ മുഅ്മിനീങ്ങളെ. അങ്ങനെയുള്ള പ്രവാചകന്റെ ശരീരമാണ്. അങ്ങനെ വെക്കുമ്പോൾ അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശ്രേഷ്ഠതയാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഒരു 7 സ്വഭാവം ഗുണങ്ങൾ ഉണ്ടായിരുന്നു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. ആ സ്വഭാവം ഞങ്ങൾക്കും ഉണ്ടായിരിക്കണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. 7 സ്വഭാവത്തിൽപ്പെട്ട ഒരു സ്വഭാവമാണ് മനുഷ്യന്റെ ശരീരത്തിൽ അവന്റെ ഹൃദയത്തിൽ വരുന്ന സ്വഭാവമാണ്. ഒന്ന് അമ്മാറത്താണ്, മറ്റൊന്ന് ലവ്വാമത്താണ്, മറ്റൊന്ന് മുൽഹിമത്താണ്, മറ്റൊന്ന് മുത്മഇന്നത്താണ്, മറ്റൊന്ന് റാളിയത്താണ്, മറ്റൊന്ന് കാമിലത്താണ്. ഇങ്ങനെയുള്ള സ്വഭാവം, ഹൃദയത്തിന്റെ സ്വഭാവങ്ങൾ മനുഷ്യനിക്കുണ്ടായിരിക്കണം. ഹബീബായ മുത്തുനബിക്ക് അതുണ്ടായിരുന്നു. എന്താണ് അതിന്റെ അർത്ഥം? അമ്മാറത്ത് എന്ന് പറഞ്ഞാൽ തെറ്റിൽ നിന്ന് ഒഴിഞ്ഞിൽക്കുന്ന സ്വഭാവം. ഒരു തെറ്റിലേക്കും ഒരിക്കലും അവിടെ നിന്ന് ചായുകയില്ല. ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസ്സൂ ഇല്ലാ മൻ റഹിമ റബ്ബി. നമ്മുടെ ശരീരം നമുക്ക് തെറ്റ് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുന്നു. ആ തെറ്റിനെ നിയന്ത്രിക്കാൻ നമുക്ക് ശക്തി വേണം. അത് ഹബീബായ മുത്തുനബിന്റെ കൂടെ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ സ്വഭാവമാണ് ലവ്വാമത്ത് എന്നുള്ള സ്വഭാവം. നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു സ്വഭാവമാണ്. എല്ലാരെക്കാളും ഞാൻ ഒരു വലിയ ഒരു ആളാണ്, എല്ലാത്തിനും മോശമില്ല, അവനേക്കാൾ നല്ലവനാണ് ഞാൻ, അതല്ലെങ്കിൽ അവനേക്കാൾ അർഹതപ്പെട്ടവനാണ് ഞാൻ, അവനേക്കാൾ ഇൽമുള്ളവനാണ് ഞാൻ, അവനേക്കാൾ അറിവുള്ളവനാണ് ഞാൻ, അവനേക്കാൾ നിസ്കാരത്തിലെ കൃത്യമായി പള്ളിയിലേക്ക് പോകുന്നവനാണ് ഞാൻ. മനസ്സിന് തോന്നുന്ന തോന്നലുണ്ടല്ലോ എന്റെ മുഅ്മിനീങ്ങളെ, അത് കിബ്റിന്റെ അടയാളമാണ്. ഹബീബായ മുത്തുനബിക്ക് തന്റെ ജീവിതത്തിൽ ഒരു കിബ്ർ പോലും, ഒരു അഹങ്കാരം, ഒരു അഹംഭാവം പോലും ഉണ്ടായിട്ടില്ല. തന്റെ നഫ്സിനെ ലവ്വാമത്ത് എന്നുള്ള സ്വഭാവം ഹബീബായ മുത്തുനബിക്ക് ഉണ്ടായിരുന്നു. തന്റെ ശരീരത്തിന്റെ, തന്റെ നഫ്സിനെ എപ്പോഴും ആക്ഷേപിക്കുന്ന സ്വഭാവം. മൂന്നാമത്തെ സ്വഭാവം പറയുന്നു മുൽഹിമത്ത് എന്നുള്ള സ്വഭാവമാണ്. മുൽഹിമത്ത് എന്ന് പറയുന്ന സ്വഭാവം നല്ലത് എപ്പോഴും മനസ്സിനിങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും. നല്ലത് മാത്രം തോന്നും, ചീത്ത ഒന്നും ഒരിക്കലും തോന്നുകയില്ല. നാലാമത്തെ സ്വഭാവമാണ് മുത്മഇന്നത്ത് എന്നുള്ള സ്വഭാവമാണ്. നഫ്സിനെ എപ്പോഴും അടക്കി നിർത്തുന്ന സ്വഭാവം. അടക്കി നിർത്തുന്നെന്ന് പറഞ്ഞാൽ ശരീരത്തിലേക്ക് എന്തെങ്കിലും തെറ്റായ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ, എന്തെങ്കിലും നമ്മുടെ മനസ്സിൽ തോന്നുമ്പോ അവനതിനെ പിടിച്ചു നിർത്തുന്ന ആ ഒരു സ്വഭാവം ഹബീബായ മുത്തുനബിക്കുണ്ടായിരുന്നു. അതേപോലെ തന്നെ അഞ്ചാമത്തെ സ്വഭാവമാണ് റാളിയത്ത് എന്നുള്ള സ്വഭാവം. റാളിയത്ത് എന്ന് പറഞ്ഞാൽ എപ്പോഴും തൃപ്തനാവുക, അള്ളാഹു ചെയ്ത അനുഗ്രഹത്തിലും അവിടെ നിന്ന് എപ്പോഴും തൃപ്തനാകൊണ്ടിരിക്കുക. അത് ഹബീബായ മുത്തുനബിക്കുണ്ടായിരുന്ന സ്വഭാവമാണ്, നമുക്കും ഉണ്ടായിരിക്കണം. ആറാമത്തെ സ്വഭാവം എന്നുള്ളത് അത് മർദിയത്താൻ. ഒന്ന് തൃപ്തനാവുക, മറ്റൊന്ന് തൃപ്തിപ്പെടുക. അള്ളാഹു എന്ത് ചെയ്താലും അവിടെ തൃപ്തിപ്പെട്ട് സ്വീകരിച്ചു പോവുക. ഏഴാമത്തെ സ്വഭാവമാണ് കാമിലത്ത് എന്നുള്ള സ്വഭാവം, പൂർണ്ണത എന്നുള്ള ഒരു സ്വഭാവം ഹബീബായ മുത്തുനബിക്കുണ്ടായിരുന്നു. ഇതുകൊണ്ടാണ് പ്രവാചകൻ ഇത്രയും ശ്രേഷ്ഠമാക്കപ്പെട്ടത്. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു സ്വഭാവം ഞങ്ങൾക്കുണ്ടോ? ഞങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. ഇനിയോ ആ പ്രവാചകന്റെ ഓരോ പദവികൾ നാം എന്നെ കണക്കാക്കുകയാണെങ്കിൽ
അങ്ങനെയാണെങ്കിൽ ഇന്ന് മൂസാ നബിന്റെ ചരിത്രം പറയുമ്പോൾ മൂസാ നബിയേക്കാൾ വേറെ നബിയില്ല എന്ന് ഞങ്ങൾ ചിന്തിച്ചു പോകും. നൂഹ് നബിന്റെ ചരിത്രം പറയുമ്പോ നൂഹ് നബിയാണ് ഏറ്റവും ശ്രേഷ്ഠമുള്ള നബി എന്ന് ചിന്തിച്ചു പോകും. പക്ഷേ എല്ലാ നബിമാരെക്കാളും, എല്ലാ മലക്കുകളെക്കാളും, എല്ലാ അമ്പിയാക്കന്മാരെക്കാളും, ജിബ്രീലിനെക്കാളും, മീകായിലിനെക്കാളും, എല്ലാ മലക്കുകളെക്കാളും ഏറ്റവും ശ്രേഷ്ഠമായി നിൽക്കുന്നത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്മാരുടെ ശ്രേഷ്ഠതയുടെ ആ ശ്രേണി ഞാൻ നിങ്ങൾക്ക് പറയാൻ, അറിയിച്ചു തരാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ സ്ഥാനം ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. അവിടെയുണ്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ട്. അള്ളാഹുവിന്റെ ചങ്ങാതി എന്ന് പറഞ്ഞ കലീമുല്ലാഹി മൂസാ നബി ഉണ്ട്. എന്നിട്ട് പോലും അള്ളാഹ് പറഞ്ഞു ഏറ്റവും ശ്രേഷ്ഠമായി നിൽക്കുന്നത് മുഹമ്മദാണ്, മുഹമ്മദാണ്, അഹ്മദാണ്, ഹാമിദാണ്, ഉഹൈമദാൻ എന്ന് പരിശുദ്ധമായ ഖുർആനിലും തൗറാത്തിലും ഇൻജീലിലും പറയപ്പെട്ട നബിയാണ്. രണ്ടാമത്തെ സ്ഥാനത്തിൽ നിൽക്കുന്നത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം. മൂന്നാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നത് മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. അല്ലാഹുവിനോട് സംസാരിക്കാൻ വേണ്ടി തർക്കം പിടിച്ച മഹാനാണ്. അങ്ങനെയുള്ള മൂന്നാമത്തെ ശ്രേണിയിൽ നിൽക്കുന്ന നാലാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നത് ഇന്ന് ജീവിച്ചിരിക്കുന്ന അവസാനം ഇവിടുന്ന് ഈ ലോകത്തേക്ക് ഇറങ്ങി വരാനുള്ള മഹാനായ റൂഹുല്ലാഹി ഈസാ നബി, മരിച്ചവരെ പോലും ഹയാത്താക്കുമെന്ന് പറഞ്ഞ മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാമാണ്. അഞ്ചാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നത് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. 900 ദീർഘകാലം ദീനി പ്രബോധനമായി ഈ ലോകത്ത് കഴിഞ്ഞു പോയ നബിയല്ലേ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. ആറാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നത് എല്ലാ മുർസലുകളാണ്, എല്ലാ മുർസലുകളാണ്. ഏഴാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നത് എല്ലാ നബിമാരാണ്. ഏത് നബിയാണ്? 1,73,999 എല്ലാ മുർസലുകളാണ്, എല്ലാ നബിമാരാണ് ഏഴാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നത്. അതിന്റെ ശേഷമാണ് എട്ടാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നത് മഹാനായ അബൂബക്കർ സിദ്ദീഖ്. ഹബീബായ മുത്തുനബിന്റെ ചാരത്ത് കിടക്കാൻ ഭാഗ്യം കിട്ടിയ, മുത്തുനബിയോട് കൂടി സ്വർഗത്തിൽ പോകാൻ ഭാഗ്യം കിട്ടിയ എന്റെ ഉമ്മത്തികളിൽ നിന്ന് ആദ്യം വിശ്വസിച്ചത് അവിടുന്ന് സിദ്ദീഖാണ്. സ്വർഗത്തിൽ ആദ്യം കിടക്കുന്നത് സിദ്ദീഖാൻ എന്ന് പ്രവാചകൻ പറഞ്ഞ ആ പ്രവാചകൻ, ആ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിൽക്കുന്നത് എട്ടാമത്തെ സ്ഥാനത്തിലാണ്. ഒമ്പതാമത്തെ സ്ഥാനം ഉമർ റളിയല്ലാഹു അൻഹു. പത്താമത്തെ സ്ഥാനത്ത് നിൽക്കുന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. മഹാനായ 11ാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നത് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. 12ാമത്തെ സ്ഥാനത്തിൽ നിൽക്കുന്നത് അശറത്തുൽ മുബശ്ശിരീൻ. അശറത്തുൽ മുബശ്ശിരി എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് തന്നെ 10 പേർക്കും ഹബീബായ മുത്തുനബി സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടിട്ടുണ്ട്. ആ 10 പേര് നിൽക്കുന്നത് 12ാമത്തെ സ്ഥാനത്തിലാണ്. എന്ന് പറഞ്ഞ സ്ഥാനം കുറക്കുകയല്ല, പ്രവാചകനെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. 13ാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നത് മഹാനായ തൽഅത്ത് ഇബ്നു അബീ വഖാസ് അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. 14ാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നത് സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു. 15ാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നത് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. 16ാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നത് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. 17ാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നത് സഈദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു. 18ാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നത് അബീ ഉബൈദ് ആമിർ ഇബ്നു ജറാഹ് റളിയല്ലാഹു അൻഹു. ഒരുപാട് മഹത്വമേറിയ വ്യക്തിത്വങ്ങളാണ്. ഇവരുടെ ചരിത്രങ്ങൾ മണിക്കൂറോളം പ്രസംഗിക്കേണ്ട പ്രസംഗമാണ് ഉണ്ടായിരിക്കുന്നത്. 19ാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നതാണ് ഹബീബായ മുത്തുനബിന്റെ കൂടെ ബദറിൽ പങ്കെടുത്ത വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാത. പരിശുദ്ധമായ ഖുർആനിൽ ബദർ യുദ്ധത്തിൽ രക്തസാക്ഷികളാണ്. അവിടുന്ന് 19ാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നത്. ബദ്രീങ്ങൾ എത്രയും ശ്രേഷ്ഠമുള്ളവരാണ്. പക്ഷേ ഹബീബായ മുത്തുനബിയെ സംബന്ധിച്ചിടത്തോളം അവിടെ നിൽക്കുന്ന സ്ഥാനം എത്രാമത്തെ സ്ഥാനം? 19ാമത്തെ സ്ഥാനത്തിലാണ് അവർ നിൽക്കുന്നത്.
അതിനുശേഷം നിൽക്കുന്ന 20ാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നത് ഉഹുദിൽ പങ്കെടുത്ത വ്യക്തിത്വങ്ങളാണ്. ഹംസ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഉഹുദിൽ പങ്കെടുത്തവരാണ്. 21ാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നത് ബൈഅത്തുർ റിൽവാനിൽ പങ്കെടുത്തവരാണ്. ഹബീബായ മുത്തുനബിന്റെ കൂടെ ബൈഅത്തുർ റിൽവാൻ എന്നുള്ള ഒരു കരാർ നടന്നിട്ടുണ്ട്. ആ കരാറിൽ പങ്കെടുത്തവരാണ്. 22ാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നത് എല്ലാ സ്വഹാബത്താണ്. ആരെ സ്വഹാബത്ത്? നബിനെ കണ്ടിട്ട് മുസ്ലിമായി ഇസ്ലാം സ്വീകരിച്ച സ്വഹാബത്താണ്. സ്വഹാബത്തിന്റെ ശ്രേഷ്ഠത അസ്ഹാബീ കന്നുജൂം ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. ഹബീബായ മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചു, സ്വഹാബത്ത് എന്റെ നക്ഷത്രതുല്യരാണ്. അവരിൽ നിന്ന് നിങ്ങൾ ആരെ പിൻപറ്റിയാലും നിങ്ങൾ ആ സ്ഥാനം എത്തിക്കാൻ നിങ്ങൾ എന്നെ എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെയുള്ള സ്വഹാബികൾ അവിടുന്ന് 22ാമത്തെ സ്ഥാനത്തിലാണെങ്കിൽ അവിടുന്ന് 23ാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നവർ താബിഊകളാണ്. അതിന്റെ 24ാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നവർ തബഉ താബിഈങ്ങളാണ്. ആ സ്വഹാബത്തിനെ കണ്ട താബിഈങ്ങളെ കണ്ട തബഉ താബിഈങ്ങൾ, അവരെ പിൻപറ്റിയവർ. അതിന്റെ ശേഷം 25ാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നവരാണ് ആ താബിഈങ്ങളെ പിൻപറ്റിയ ലോകത്തുള്ള മുഴുവനും ഔലിയാക്കന്മാരാണ്. ഔലിയാക്കന്മാരുടെ നേതാവല്ല മഹാനായ ഖുതുബുൽ അഖ്താബ് ഗൗസുൽ ആലം ശൈഖ് മുഹയ്യിദ്ദീൻ. തങ്ങളുടെ ചരിത്രം പറയുമ്പോൾ ഏത് സ്ഥാനത്താണ് നിൽക്കുന്നത്? റിഫായി ശൈഖിന്റെ ചരിത്രം പറയുമ്പോൾ റിഫായി ശൈഖിന്റെ അത്ഭുതം എന്താണ്? ആ കാലഘട്ടത്തിന്റെ ഖുതുബീങ്ങളല്ലേ മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, മഹാനായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു, അഹ്മദുൽ ബദവി റളിയല്ലാഹു അൻഹു, ഇബ്രാഹിം അദ്ദസൂഖി റളിയല്ലാഹു അൻഹു. ഈ 4 ഖുതുബീങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുന്ന ഔലിയാക്കന്മാർ പോലും ഹബീബായ മുത്തുനബിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർ അവിടുന്ന് 25ാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നവരാണ്. പിന്നെയല്ലേ മറ്റുള്ളവർ ആലിമീങ്ങളും പണ്ഡിതന്മാരും. എന്റെ മുഅ്മിനീങ്ങളെ, ഇത് ഹബീബായ മുത്തുനബിയെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങൾ ഏറ്റവും ശ്രേഷ്ഠർ, മുഅ്മിനീങ്ങൾ ഏറ്റവും ഔല, മുഅ്മിനീങ്ങൾ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുന്നത് അത് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ മുത്തുനബിന്റെ സ്വലത്ത് അവിടത്തേക്ക് റൗളയിലേക്ക് ഈ സ്വലാത്ത് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ഇത് കാരണമായി ആ പ്രവാചകന്റെ ശ്രേഷ്ഠരുടെ ആ ശ്രേണി പറഞ്ഞ അതിന് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഹബീബായ മുത്തുനബിന്റെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം സ്വലാത്തിന്റെ മഹത്വമാണ്. വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. സ്വലാത്തിന്റെ മഹത്വമാണ്. ഞാനും എന്റെ മലക്ക് പകർത്തേനെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഇങ്ങനെ സൂചനപ്പെടുത്തുന്നത്. ഇന്ന് മനുഷ്യർക്ക് ഒരുപാട് സംശയങ്ങൾ കൂടിയിരിക്കുന്ന ഒരു കാലഘട്ടത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം സ്വലാത്തിന്റെ സദസ്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സംശയമാണ്. സ്വലാത്ത് പറയണോ? സദസ്സിൽ കൂടണോ? നിസ്കരിക്കാനെല്ലാം കൂടും. നിസ്കാരം കഴിഞ്ഞ് സലാം കിട്ടിയ ഉടൻ തന്നെ ഇവിടെ മനസ്സിൽ തോന്നും, നിസ്കാരത്തിന് ശേഷം ഒന്നിങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് എന്തിനാണ് ഈ സുബ്ഹാനല്ലാഹ് 33 ഇങ്ങനെ സ്വന്തം പറഞ്ഞ പോലെ ഇങ്ങനെ കൂട്ടായ്മയോട് പറയണോ? അതല്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞാൽ ഒരു ഇമാമു ദുആയിരിക്കുമ്പോൾ ആമീൻ പറയണോ? പലതും ചിന്താഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ നാം ഗൗരവമായി മനസ്സിലാക്കേണ്ട വിഷയം, എന്റെ ചെറുപ്പക്കാരാണ് ഇതിലേക്ക് വളരെയേറെ മുന്നോട്ട് പറയേണ്ടത്. സ്വലാത്തിന്റെ മഹത്വങ്ങൾ, നിസ്കാരത്തിന്റെ മഹത്വങ്ങൾ, നിസ്കാരത്തിന്റെ ശേഷമുള്ള ദുആകൾ, ആ ദുആയിൽ കൂടിയുള്ള ശ്രേഷ്ഠതകൾ ഹബീബായ മുത്തുനബി അതിനെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ടോ? ആ മുത്തുനബി വലഭാഗത്തേക്ക് തിരിഞ്ഞിരുന്നുകൊണ്ട് അവിടുന്ന് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. സ്വഹീഹായ ഹദീസ് കൊണ്ട് തെളിയിക്കപ്പെട്ടതല്ല എന്റെ മുഅ്മിനീങ്ങളെ. ചില മദ്ഹബിന്റെ അടിസ്ഥാനത്തിൽ ചിലർ ചെയ്യുന്നു, ഇല്ല. പക്ഷേ അത് ചെയ്യൽ നമ്മുടെ ബാധ്യതയാണ് എന്റെ മുഅ്മിനീങ്ങളെ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോൾ, ദുആക്ക് ഏറ്റവും ഉത്തരം കിട്ടുന്ന ദുആ ഏതാണെന്ന് ചോദിച്ചപ്പോൾ,
എല്ലാ 5 വക്ത നിസ്കാരത്തിന്റെ ശേഷമുള്ള ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ ഞങ്ങൾക്ക് നിൽക്കാനോ അല്ലെങ്കിൽ ദുആക്ക് പങ്കെടുക്കാനോ സമയമില്ല. ഇത് പങ്കെടുത്താൽ ഇവന്റെ മനസ്സിലൊരു ഡൗട്ടാണ്, ഇങ്ങനെ ദുആക്ക് ഉണ്ടോ? കുറച്ചാൾ പോകുന്നത് കണ്ട ഇവന്റെ മനസ്സിന് സംശയമാണ്. എന്റെ മുഅ്മിനീങ്ങളെ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്, ആ നിസ്കാരത്തിന്റെ ശേഷമുള്ള ദുആക്ക് ഉത്തരമുണ്ട് എന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്ന വിഷയം സ്വലാത്തിന്റെ മഹത്വമാണ്. മലക്കുകളും സ്വലാത്ത് പറയുന്നുണ്ട്, നിങ്ങളും സ്വലാത്ത് പറയുക. ഈ സ്വലാത്ത് പറയൽ കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു. ഒന്നാമതായിട്ട് അല്ലാഹു ചെയ്യുന്ന കാര്യമാണ്. ആ തഫ്സീറിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നു ഇതാഅത്തുൻ ലിഅംരിഹി വത്തിബാഉൻ ലിഫിഅലിഹി ഔ കമാ ശഫിഉനാ റസൂലുള്ളാഹി. സ്വലാത്ത് പറയൽ കൊണ്ട് അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കൽ അതിലുണ്ട്. അല്ലാഹുവിന്റെ കൽപ്പന അനുസരിക്കലുണ്ട്. ഒരു മനുഷ്യന്റെ കൽപ്പന നോക്ക്. ഒരു മനുഷ്യനിക്ക് നിസ്കരിക്കാൻ ഹറാമുള്ള സമയമുണ്ട്, കറാത്തുള്ള സമയമുണ്ട്, നല്ലതല്ലാത്ത സമയമുണ്ട്. പക്ഷേ സ്വലാത്തിന് അങ്ങനെയില്ല. ഹറാമായ സമയമില്ല, ഹറാത്തായ സമയമില്ല. എപ്പോഴും ഏത് സമയത്തിലും ഏത് അവസരത്തിലും എവിടെ വെച്ചും പറയാം. ഹൈറുള്ള പെണ്ണിനിക്ക് നിസ്കരിക്കൽ ഹറാമാണെങ്കിൽ, ജനാബത്തുള്ള പുരുഷനിക്ക് ആ സമയത്ത് നിസ്കരിക്കൽ ഹറാമാണെങ്കിൽ സ്വലാത്തിന് ഹറാമില്ല. അതേപോലെ തന്നെ അസറിന്റെ ശേഷം നിസ്കരിക്കൽ ഖറാഅത്താണെങ്കിൽ അവിടുന്ന് സ്വലാത്ത് ചൊല്ലൽ ഖറാഅത്തില്ല. അതുകൊണ്ട് എന്റെ മുമ്പിൽ ഇങ്ങനെ ഖറാഅത്തും ഹറാമും ഒന്നും വരാത്ത സന്ദർഭമുണ്ടെങ്കിൽ ഇതാഅത്തുൽ അംരിഹി, ഒന്ന് അല്ലാഹുവിന്റെ കൽപ്പന വധിപ്പെടലാണ് സ്വലാത്ത് കൊണ്ട്. രണ്ടാമത്തെ കാര്യം പറയുന്നു വത്തിബാഉൽ ലിഫിഇലിഹി, അവന്റെ പ്രവർത്തനയെ അവന്റേതായ ചര്യയെ പിൻപറ്റലാണ്. അല്ലാഹു കൽപ്പിച്ച ആ ഒരു ചര്യ പിൻപറ്റലാണ്. അതുകൊണ്ട് എല്ലാ സമയത്തും ചൊല്ലേണ്ട സ്വലാത്തുണ്ട്. ഒരു മനുഷ്യന്റെ കുതുബ സ്വഹിയാകണമെങ്കിൽ അവിടെ പറയണം സ്വലാത്ത്. നിസ്കാരം സ്വഹിയാകണമെങ്കിൽ പറയണം സ്വലാത്ത്. ഒരു മനുഷ്യന്റെ ദുആ സ്വീകരിക്കണമെങ്കിൽ പറയണം സ്വലാത്ത്. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ട് സ്തുതിച്ചാൽ മാത്രം പോരാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്ന് പറഞ്ഞാലേ അവിടുന്ന് ബറക്കത്തുണ്ടാവുകയില്ല, ദുആ അല്ലാഹു സ്വീകരിക്കുകയില്ലോ. ഇനി അതിന്റെ ദുആന്റെ അവസാനത്തിൽ പോലും വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖി സയ്യിദിനാ അവിടെയും പറയണം സ്വലാത്ത്. അപ്പോൾ എല്ലാ സമയത്തിൽ ഇബാദത്ത് സ്വീകരിക്കണമെങ്കിൽ പറയണം സ്വലാത്ത്, ദുആ സ്വീകരിക്കണമെങ്കിൽ പറയണം സ്വലാത്ത്. സ്വലാത്തിന്റെ മഹത്വം പറഞ്ഞിട്ട് തീരാൻ സാധിക്കുകയില്ല. സ്വഹീഹ് മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ചില ഹദീസുകൾ ഞാൻ പറയുന്നു. ചില ആൾക്കാർക്ക് കഥകൾ പറയുമ്പോൾ തലക്ക് പോകുന്നില്ല. പക്ഷേ സ്വഹീഹ് മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ മഹാനായ ഒരു സ്വഹാബി, അവിടുന്ന് മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഹബീബായ മുത്തുനബിയോട് തങ്ങളോട് ചോദിക്കുകയാണ്, ഞാൻ ഹബീബായ പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലട്ടെയോ? ആ അവസരത്തിൽ മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലിഅയ്യഫീക ഹമ്മുദ് ദുനിയാ വഅമ്മുൽ ആഖിറ. മനുഷ്യ, ഓ ഉബയ്യേ, ലിഅയ്യഫീക ഹമ്മുദ് ദുനിയാ വഅമ്മുൽ ആഖിറ. നിന്റെ ദുനിയാവിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം സ്വലാത്താണ് ഉബയ്യേ. നിന്റെ ആഖിറത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ഉബയ്യേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊരു ഹദീസിൽ കൂടി റിപ്പോർട്ട് ചെയ്യുകയാണ്, അക്സിറുസ് സ്വലാത്ത അലയ്യ, എന്റെ മേൽ സ്വലാത്ത് നിങ്ങൾ അധികരിപ്പിക്കുക. കാരണം ഫൈന സ്വലാത്ത നൂറുൻ, നിശ്ചയം എന്റെ മേലുള്ള സ്വലാത്ത് അത് പ്രകാശമാണ്. എവിടെ പ്രകാശമാണ്? 3 സ്ഥലത്ത് അത് പ്രകാശമാണ്. ഒന്ന് നൂറും ഫിൽ ഖബൂർ,
നിന്റെ ഖബറിൽ അത് പ്രകാശമാണ്. വനൂറും ഫിൽ മീസാൻ, നിന്റെ തുലാസ് മാല തൂക്കുന്ന അവസരത്തിൽ മീസാൻ തട്ടിൽ അതെന്താണ്? പ്രകാശമാണ്. വനൂറും ഫിസ്സിറാത്ത്, നാളെ മഹ്ശറയിൽ വെച്ചുകൊണ്ട് സിറാത്ത് പാലം വിട്ട് കിടക്കുമ്പോൾ അതിനൊക്കെ പ്രകാശമാണെന്ന് സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹി. റഹ്മത്തിന്റെ അടയാളമാണ് സ്വലാത്ത്. അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള വാത്സല്യമാണ് സ്വലാത്ത്. അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ ഞാൻ ആദ്യം ഓതി വെച്ച ആയത്തുണ്ടല്ലേ, ഹുവല്ലദീ യുസല്ലി അലൈക്കും വ മലായികതുഹു ലിയുഖ്രിജകും മിനൽ ളുലുമാതി ഇലൻ നൂർ വകാന ബിൽ മുഅ്മിനീന റഹീമാ. അല്ലാഹു പറയുകയാണ്, ഹുവല്ലദീ യുസല്ലി അലൈക്കും, നിശ്ചയം അല്ലാഹു തങ്ങളുടെ മേൽ സ്വലാത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വ മലായികതു, അവന്റെ മലക്കുകളും തങ്ങളുടെ മേൽ സ്വലാത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി സ്വലാത്ത് പറയുന്നു? ലിയുഖ്രിജകും മിനൽ ളുലുമാതി ഇലൻ നൂർ, നിങ്ങളെ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് നിങ്ങളെ പുറപ്പെടുവിക്കാൻ വേണ്ടി. മനുഷ്യന്റെ മനസ്സിങ്ങനെ ഇരുട്ടായി കിടക്കുന്ന സന്ദർഭത്തിൽ, നല്ല കാര്യത്തിലേക്ക് തോന്നാതിരിക്കുന്ന അവസരത്തിൽ, നല്ല വായന നടക്കുമ്പോൾ അങ്ങാടിയുടെ പരിസരത്ത് മൊബൈൽ നോക്കിയിരുന്നു കൊണ്ട് വാട്സ്ആപ്പ് നോക്കിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവന്റെ മനസ്സിൽ ഇത് കടക്കുന്നില്ല. അല്ലാഹു പറഞ്ഞു, ലിയുഖ്രിജകും മിനൽ ളുലുമാതി ഇലൻ നൂർ, നിന്റെ ഖൽബിനെ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുപോകുന്ന ആയുധമാണ് സ്വലാത്ത്. യുസല്ലി അലൈക്കും വ മലായികതുഹു, അവന്റെ മലക്കുകളും അല്ലാഹും അവിടുന്ന് സ്വലാത്ത് പറയുകയാണ്. എന്തിനു വേണ്ടി? നിന്റെ ഖൽബ് പ്രകാശിപ്പിക്കാൻ വേണ്ടിയാണ്. അല്ലാഹു പറയുകയാണ്, വകാന ബിൽ മുഅ്മിനീന റഹീമാ. പക്ഷേ നിന്റെ ഖൽബ് പ്രകാശിക്കണോ? ഇരുട്ടിൽ നിന്റെ ഖൽബ് പ്രകാശത്തിലേക്ക് മടങ്ങണോ? അല്ലാഹു പറയുന്നു, നീ മുഅ്മിനാകണം. വകാന ബിൽ മുഅ്മിനീന റഹീമാ. പരിശുദ്ധമായ ഖുർആനിൽ പറയുമ്പോ അഹ്സാബ് സൂറത്തിന്റെ 43-ാമത്തെ ആയത്തിൽ പറയുകയാണ്. മറ്റൊരു ഹദീസ് ഞാൻ പറയുന്നു, വേഗം പറഞ്ഞു നിർത്തുന്നു, കാരണം 9 മണിക്ക് ഇൻഷാ അല്ലാഹ് തങ്ങളെത്തും. എത്തിയുടൻ തന്നെ സ്വലാത്ത് തുടങ്ങും. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിച്ച വിഷയമാണ് ഇത്, ചില്ലറ വിഷയമല്ല. ഹദീസിന്റെ കിതാബുകൾ രേഖപ്പെടുത്തിയ വിഷയമാണ് സ്വലാത്തിനെ കുറിച്ച്. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മൻ സ്വല്ല അലൈഹ സ്വലാത്തൻ വാഹിദ സ്വല്ലല്ലാഹു ബിഹി അശറ, ഒരാൾ എന്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവന്റെ മേൽ 10 സ്വലാത്ത് അല്ലാഹു ചൊല്ലുന്നതാണെന്ന് പറഞ്ഞാൽ, അതിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറയുന്നു, അവന്റെ 10 ദോഷങ്ങൾ അല്ലാഹു വായിപ്പിക്കുന്നതാണ്, 10 അനുഗ്രഹങ്ങൾ അവനക്ക് അല്ലാഹു കൊടുക്കുന്നതാണ്, 10 സ്ഥാനത്തിലേക്ക് 10 സ്ഥാനം അവർക്ക് അല്ലാഹു നൽകുന്നതാണ് എന്ന് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പറയുമ്പോ, എന്റെ മുഅ്മിനീങ്ങളെ, മറ്റൊരു ഹദീസിൽ പറയുന്നു, മഹാനായ ആമിർ ബിൻ റബീഅ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അവിടുന്ന് മലക്കുകൾ സ്വലാത്ത് ചൊല്ലിയ മനുഷ്യനിക്ക് 10 പ്രാവശ്യം പൊറുക്കലിനെ തേടുന്നതാണ്. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 പ്രാവശ്യം മലക്ക് പറയുന്നു, അല്ലാഹ് ഇവനിക്ക് നീ പുറത്തു കൊടുക്കണേ, ഇവനിക്ക് നീ പുറത്തു കൊടുക്കണേ, ഇവനിക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വലാത്തിന്റെ ഗൗരവം നാം മനസ്സിലാക്കേണ്ടത്. ഒരു മനുഷ്യൻ ഹജ്ജിക്ക് പോയി, പക്ഷേ ഉംറക്ക് പോയി, അവിടെ വെച്ചും കൊണ്ട് അവൻ ഹജ്ജിന്റെ നിയ്യത്ത് ചെയ്ത് ഇഹ്റാം ചെയ്ത് പിന്നെ ഒരു ദിക്റും അവൻ പറഞ്ഞില്ല. പോയിട്ട് വരുന്നത് വരെ വെറും സലാത്ത് മാത്രമാണ് പറഞ്ഞത്. ആ മനുഷ്യന്റെ ഹജ്ജ് ഉംറയും അല്ലാഹ് ഖബൂൽ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്റെ മുഅ്മിനീങ്ങളെ, ആമിർ ബിൻ റബീഅ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു മനുഷ്യൻ അങ്ങനെ സ്വലാത്ത് പറഞ്ഞാൽ മലക്കുകൾക്കുള്ള പ്രാർത്ഥന അവനക്ക് കിട്ടുന്നതാണ്, മലക്കുകൾ അവനക്ക് പൊറുക്കലിനെ തേടുന്നതാണ്. അതേപോലെ തന്നെ ഇനി അവൻ സ്വലാത്ത് പറയുമ്പോ ഹബീബായ മുത്തുനബി അവിടെ നിന്ന് തിരിച്ച് ഇവനിക്ക് സ്വലാത്തെന്ന് ഇവനിക്ക് വേണ്ടി ഹബീബായ മുത്തുനബി പ്രാർത്ഥിക്കുകയാണ് എന്ന് മഹാനായ ആമിർ ബിൻ റബീഅ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പറയാം. അതേപോലെ തന്നെ 10 പരിഹാരങ്ങൾ കിട്ടുന്ന ഒരു സംഭവമുണ്ട്. ദുആനെ അല്ലാഹ് സ്വീകരിക്കുന്നതാണ്. അതേപോലെ തന്നെ ദുനിയാവിന്റെ കാര്യത്തിൽ പരിഹാരമാണ് ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നത്.
പറയുന്നു. അതേപോലെ തന്നെ ആഖിറത്തിന്റെ കാര്യത്തിൽ പരിഹാരമുണ്ട്. നാല് ഹബീബിന്റെ കൂടെ ശഫാഅത്തുണ്ട്. അതാണ് സ്വലാത്തിന്റെ മഹത്വമാണ് എന്റെ മുഅ്മിനീങ്ങളെ. മഹാനായ ഇമാമുൽ ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനായ ഇമാം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്, ഖിയാമനാളിൽ എന്നോട് ഏറ്റവും അടുത്തവൻ ആരാണെന്ന് ചോദിച്ചപ്പോ പ്രവാചകനോട് ചോദിച്ചു, നബിയേ ഖിയാമനാളിൽ എന്റെ കൂടെ അടുത്തവൻ ആരാണെന്ന് ചോദിച്ചപ്പോ അക്സിരിക്കും അലയ്യ സ്വലാത്ത്, എന്റെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കുന്നവനാണ് ഹബീബുന മുഹമ്മദ് മുസ്തഫ. ഇത് ലൈഫായ ഒന്ന് ഹദീസല്ല, സ്വഹിയായ ഹദീസിന്റെ വ്യാഖ്യാനത്തിലാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ, ഹബീബായ മുത്തുനബിന്റെ സദസ്സിൽ വന്നുകൊണ്ട് ഈ സ്വലാത്തിന്റെ മഹത്വം ഇങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് തന്റെ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുമ്പോ തന്റെ കൂട്ടത്തിൽ വെച്ച ഒരു സ്വഹാബി അവിടുന്ന് ഓടി വന്നുകൊണ്ട് ഹബീബായ മുത്തുനബിയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, എന്റെ ജീവിതത്തിന്റെ എന്റെ സമയത്തിന്റെ മൂന്നിൽ ഒരു ഭാഗം ഞാൻ സ്വലാത്തിന് വേണ്ടി നീക്കി വെക്കട്ടെയോ? ഞാൻ ഇബാദത്ത് ചെയ്യുന്ന മൂന്നിന്റെ ഒരു ഭാഗം സ്വലാത്തിന് വേണ്ടി നീക്കി വെക്കട്ടെയോ എന്ന് ചോദിച്ച സ്വഹാബിയോട് ഹബീബായ മുത്തുനബി തങ്ങൾ പറയുന്നു, നീ ഇനിയും അധികരിപ്പിക്കുകയാണെങ്കിൽ അതിൽ നിനക്ക് ഉത്തമമാണെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ സ്വഹാബി വീണ്ടും ചോദിക്കുകയാണ്, അതല്ല നബിയേ, ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് നിസ്ഫ സമയം, പകുതി സമയം 24 മണിക്കൂറിൽ 12 മണിക്കൂറോളം ഞാൻ സ്വലാത്തിന് വേണ്ടി നീക്കി വെക്കട്ടെയോ എന്ന് ചോദിച്ച സ്വഹാബിയോട് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞത്, നീ ഇനിയും ചൊല്ലുകയാണെങ്കിൽ അതിന് ഉത്തമമാണ്. ആ അവസരത്തിൽ സ്വഹാബി പറയുന്നു, നബിയേ, മൂന്നിൽ 2 ഭാഗമെങ്കാലും ഞാൻ സ്വലാത്ത് പറയട്ടെയോ? ആ സ്വലാത്തിന് വേണ്ടി സമയം നീക്കി വെക്കട്ടെയോ? ആ സമയത്തിൽ ഹബീബായ മുത്തനബി തങ്ങൾ പറയുന്നത്, നീ ഇനിയും സ്വലാത്ത് അധികരിപ്പിക്കുകയാണെങ്കിൽ അത് നിനക്ക് ഖൈറാണ്, നിനക്കത് ഉത്തമമാണെന്ന് പറഞ്ഞപ്പോ ഈ സ്വഹാബി പറയുകയാണ്, നബിയേ, എന്റെ ദിവസത്തിന്റെ മുഴുവൻ സമയം ഞാൻ സ്വലാത്തിന് നീക്കി വെക്കട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ ഇതൻ അവസരത്തിൽ ഹബീബായ പ്രവാചകൻ പറഞ്ഞു, നിന്റെ മുഴുവൻ സമയം ഈ സ്വലാത്തിന് നീക്കി വെച്ചാൽ നിന്റെ പ്രയാസങ്ങൾ തീരും, നിന്റെ കടങ്ങൾ വീടും, നിന്റെ രോഗത്തിന് ശമനമുണ്ടാകും, നിന്റെ പ്രയാസത്തിന് ബുദ്ധിമുട്ടിന് പരിഹാരമാകുന്ന ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ എന്റെ മുഅ്മിനീങ്ങളെ, സ്വലാത്തിന് എത്ര ഗൗരവമാണ്. മഹാനായ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത മറ്റൊരു സംഭവം പറയുകയാണ്. ആ ഒരു മനുഷ്യൻ സ്വലാത്ത് പറയുമ്പോൾ അവനിക്ക് 10 ഗുണങ്ങൾ അല്ലാഹു രേഖപ്പെടുത്തുകയാണ്. അത് ബയ്യ ഇൻഷാ അല്ലാഹ് ആലമാക്കാനുണ്ട്. ഇങ്ങോട്ട് നോക്ക്. പറഞ്ഞ വിഷയം മനസ്സിലാകുന്ന തിരിയുന്നുണ്ടാ? മതിയാ? നിർത്തണ? മുണ്ടുന്നില്ല, 6 മുണ്ടില്ല, നിപ്പട്ടെണ്ണ വേണ്ടല്ലേ? സൗണ്ട് ജാസ്തി അവിടെ. ഇനി ഒരുപാട് സംഭവങ്ങളുണ്ട്. പരിശുദ്ധമായ ഖുർആനിന്റെ ഹദീസാകുന്ന സ്വഹീഹ് മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു സംഭവം ഞാൻ നിങ്ങളോട് പറയുകയാണ്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു സ്വഹാബത്തിന്റെ ചരിത്രം പറയുകയാണെങ്കിൽ എത്രയുണ്ട്, അതിലേക്ക് കടക്കുന്നില്ല. നിങ്ങൾക്കറിയാം, ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത മഹാനാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു സംഭവമാണ്. ഒരവസരത്തിൽ ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറപ്പെട്ടു. എവിടത്തേക്ക് പുറപ്പെട്ടു? നബി ഇങ്ങനെ പോയി, നബിന്റെ പിന്നിൽ ഞാനും പോയി. ആര് പറയുന്നു? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി ഇങ്ങനെ പോകുമ്പോൾ നബിന്റെ പിന്നിൽ ഞാൻ പോയി. അങ്ങനെ നബി എവിടത്തേക്ക് പോയി? ഹത്താ ദഖല നഖല, ഒരു ഈത്തപ്പന തോട്ടത്തിലേക്ക് ഹബീബായ
മുത്തുനബി തങ്ങൾ പ്രവേശിച്ചു. ഞാൻ തന്റെ നബീബായ തങ്ങളുടെ പിന്നിലുണ്ട്. എന്തേ? തങ്ങളെ ശത്രുക്കൾ ആക്രമിക്കുമോ, തങ്ങളെ എന്തെങ്കിലും കൊലപ്പെടുത്തുമോ, തങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടിക്കുമോ എന്ന് പേടിച്ച് ഞാൻ എപ്പോഴും തങ്ങളെ കൂടെ നടക്കുന്ന മനുഷ്യനായിരുന്നു. അങ്ങനെ മഹാനായ സ്വഹാബിയായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ തങ്ങളെ കൂടെ ആ ഈത്തപ്പന തോട്ടത്തിലൂടെ കടന്നപ്പോൾ അവിടെ ഹബീബായ മുത്തുനബി നിസ്കാരത്തിലേക്ക് കൈകെട്ടി. എന്നിട്ട് നിസ്കാരത്തിലേക്ക് കൈകെട്ടിക്കൊണ്ട് അവിടെ നിന്ന് സുജൂദിലേക്ക് ഹബീബായ മുത്തുനബി തങ്ങൾ പോയി. ആ സുജൂദ് ഇങ്ങനെ പോയിട്ട് സുജൂദിൽ നിന്ന് തല ഉയർത്തുന്നത് കാണുന്നില്ല. എത്രത്തോളം ഞാൻ ഭയപ്പെട്ടു പോയി. ഹദീസിൽ പറയുന്നു ഖശീതു ഔ ഖിഫ്തു, രണ്ട് വ്യാഖ്യാനം പറയുന്നു. ഞാൻ ഭയപ്പെട്ടു, ഞാൻ പേടിച്ചു പോയി. എന്തേ? ഖുബില ഔ ഖബല, അല്ലെങ്കിൽ റസൂലുള്ളാഹി അവിടുന്ന് വഫാത്തായി പോയോ, തല ഉയർത്തുന്നത് കാണുന്നില്ല. ഞങ്ങളെ പോലെയല്ല ഹബീബിന്റെ സുജൂദ്. ഞങ്ങൾ സുജൂദിലേക്ക് തല വെച്ച എപ്പോ ഉയർത്തുന്നില്ലെന്ന് കാക്കുന്നു. ഞങ്ങളുടെ സുജൂദ് എന്ത് സുജൂദാണ്? ഞങ്ങളുടെ സുജൂദ് എന്ത് സുജൂദാണ്? തന്റെ കാലിന്റെ മേൽ ഭാരം കൊടുത്തിട്ട് ചെയ്യുന്ന സുജൂദല്ലേ? ഒരു മനുഷ്യൻ സുജൂദ് ചെയ്ത് സുജൂദ് സ്വഹിയാകണമെങ്കിൽ അവന്റെ ശരീരത്തിന്റെ ഭാരം അവന്റെ നെറ്റിയിലൂടെ നിലത്തേക്ക് താങ്ങണം. അതാണ് സുജൂദ്. അതുകൊണ്ടാണ് അവന്റെ ചന്ത് ഉയർത്തണം, കാലിന്റെ വിരൽ മടക്കണം, രണ്ട് കൈകൾ വെക്കണം, മുട്ടൻ കാല് വെക്കണം, അവനെ നെറ്റി വെക്കണം. 7 അവയം കൊണ്ട് അവൻ സുജൂദ് ചെയ്യണം എന്ന് പറഞ്ഞത്. ചില ആൾക്കുണ്ട് കപ്പ സുജൂദ് ചെയ്യും പോലെ ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി. അങ്ങനെയല്ല വേണ്ടത്. ശരീരത്തിന്റെ ഭാരം അവന്റെ നെറ്റിയിലൂടെ അവിടെ ഭൂമിയിലേക്ക് താങ്ങണം. ഭൂമിയിലേക്ക് ഭാരം വെക്കുന്ന രൂപത്തിലായിരിക്കണം അവന്റെ സുജൂദ്. സുജൂദ് ചെയ്യുമ്പോ ശ്രദ്ധിക്കണേ, ഇതാണ് അല്ലാഹുവിനിക്ക് ചെയ്യുന്ന സുജൂദാണ്. ലോകത്ത് അല്ലാഹുവിനിക്ക് ചെയ്യുന്ന സുജൂദ് ആ സുജൂദാണ്. ഹബീബായ പ്രവാചകൻ സുജൂദിൽ നിന്ന് തല ഉയർത്തുന്നില്ല. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പേടിച്ചു പോയി. എന്താണ് നബി തങ്ങൾ സുജൂദിൽ നിന്ന് തല ഉയർത്താത്തത്? ആ അവസരത്തിൽ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്പനേരം കഴിയുമ്പോൾ അങ്ങ് തല ഒന്ന് ഉയർത്തി നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടി. ഉടൻ തന്നെ ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഞാൻ അങ്ങ് പേടിച്ചു പോയി നബിയേ, ഞാൻ അങ്ങ് ഭയന്നു പോയി നബിയേ, തങ്ങൾ എന്തിനാണ് ഈ സുജൂദ് നീട്ടിയത്? സ്വലാത്തിന്റെ മഹത്വമാണ് നിങ്ങളോട് പറയുന്നത്. ആ അവസരത്തിൽ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ഞാൻ നിസ്കാരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒന്നും കൊണ്ട് എന്നോട് പറയുകയാണ്, മൻ സല്ലല്ലാ അലൈഹി അവിടുന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ ഹബീബിന്റെ മേൽ സ്വലാത്ത് പറയുകയാണെന്ന് കേട്ടപ്പോൾ ജിബ്രീൽ വന്നുകൊണ്ട് എന്നോട് പറഞ്ഞു, ഓ നബിയേ, അങ്ങേക്ക് സന്തോഷ വാർത്ത അല്ലാഹു അറിയിക്കുകയാണ്. അങ്ങേക്ക് അല്ലാഹു സ്വലാത്ത് ചൊല്ലുകയാണ്, അങ്ങേക്ക് അവിടുന്ന് മലക്കുകൾ സ്വലാത്ത് ചൊല്ലുകയാണ് എന്ന് ഇത് കേട്ടപ്പോ, അള്ളാഹുവിന്റെ റസൂലിന്റെ പദവി ഉയർത്തി എന്ന് കേട്ടപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അവിടുന്ന് ശുക്രിന്റെ സുജൂദാണ് അവിടെ ചെയ്തിട്ടുള്ളതെന്ന് പരിശുദ്ധമായ ഹദീസിൽ കൂടി മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അവിടുന്ന് അള്ളാഹു എന്ന് പറഞ്ഞത് തങ്ങളുടെ പദവി അള്ളാഹു ഉയർത്തട്ടെ എന്ന് സ്വലാത്ത് കൊണ്ട് അവിടുന്ന് അള്ളാഹുവിന്റെ റസൂലിലേക്ക് ദ്വാരന്നപ്പോ അള്ളാഹുവിന്റെ റസൂലിലേക്ക് ചെയ്ത അനുഗ്രഹം കൊണ്ട് അവിടുന്ന് ശുക്രിന്റെ സുജൂദാണ് ചെയ്തത്. ഇത് കേട്ടപ്പോൾ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്, മൻ സല്ല അലൈഹി സല്ലൈതു അലൈക, ആരെങ്കിലും പ്രവാചകന്റെ മേൽ ഒരു സ്വലാത്ത് ഒരാൾ ചൊല്ലിയാൽ സല്ലൈതു അലൈക, തങ്ങളുടെ മേൽ ഞാനും അവിടുന്ന് സ്വലാത്ത് ചൊല്ലുമെന്ന് അവിടുന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹു മനുഷ്യനിക്ക് പറയുന്ന സ്വലാത്ത് അത് റഹ്മത്താണ്, അത് കാരുണ്യമാണ്, അത് അനുഗ്രഹമാണ്, അത് ദുആണ്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി വേറൊരു ഹദീസിൽ കൂടി പറയുകയാണ്, മഹാനായ അംർ ഇബ്നു ആസ്
ഇത് സ്വഹീഹായ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സംഭവമാണ്. അംർ ഇബ്നു ആസി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മൻ സല്ലല്ലാ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലാ വാഹിദതൻ സല്ലല്ലാഹു വമലായികതുഹു 70 മറ. ആരെങ്കിലും ഒരാൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ സല്ലല്ലാഹു അല്ലാഹു അവന്റെ മേൽ സ്വലാത്ത് ചൊല്ലും, വമലായികതു അവന്റെ മലക്കുകൾ സ്വലാത്ത് ചൊല്ലും 70 മറ. ഒന്നല്ല 10 അല്ല ഞാൻ പറഞ്ഞത്. മറ്റൊരു ഹദീസിൽ 10 പ്രാവശ്യം ദുആ ഇറക്കുമെന്ന് പറഞ്ഞു. ഈ ഹദീസിൽ പറയുന്നു 70 മറ, 70 പ്രാവശ്യം ദുആ ഇറക്കും. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ചൊല്ലിക്കോ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹും അവന്റെ മലക്കുകളും അവന്റെ മേൽ 70 സ്വലാത്ത് ചൊല്ലുമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ഒരുപാട് പ്രാവശ്യം സ്വലാത്ത് പറയാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന്റെ ഭാഗത്തുള്ള സ്വലാത്ത് അത് റഹ്മത്താണ്, മലക്കുകളുടെ ഭാഗത്തുള്ള സ്വലാത്ത് അത് ദുആആൻ. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 70 പ്രാവശ്യം നിങ്ങൾക്ക് പാപമോചനത്തിന് വേണ്ടി അല്ലാഹുവിനോട് മലക്കുകൾ പ്രാർത്ഥിക്കുമെന്ന് മഹാനായ അബ്ദുല്ലാ ഇബ്നു അംർ ഇബ്നുൽ ആസി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ സ്വലാത്ത് വർദ്ധിപ്പിക്കണേ. മലക്കുകൾക്കുള്ള പ്രാർത്ഥന ചില്ലറ പ്രാർത്ഥനയല്ല. എല്ലാ ദിവസം 2 മലക്കുകൾ നമ്മുടെ തലയുടെ ഭാഗത്ത് വന്നുകൊണ്ട് ദുആ ഇറക്കുന്നവർ ദുആ ഉണ്ട്. അല്ലാഹുമ്മ അതി മുൻഫിഖൻ ഖലഫാ. മറ്റൊരു മലക്ക് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ അതി മുംസികൻ തലിഫാ. ഒരു മലക്ക് ദുആ ഇറക്കുന്നു, ഇന്നത്തെ ദിവസം ഇവനല്ല എന്തെല്ലാം നന്മകൾ ചെയ്യുന്നു, എന്തെല്ലാം സദഖകൾ ചെയ്യുന്നു, എന്തെല്ലാം ദാനധർമ്മങ്ങൾ ചെയ്യുന്നു, എന്തെല്ലാം നല്ലത് ചിന്തിക്കുന്നുണ്ടോ, അല്ലാഹുവേ ഇവൻ ചെയ്തതിന് ഇവൻ കൊടുത്തതിന് ഇവനക്ക് ഇരട്ടി ഇരട്ടി കൊടുക്കണേ അല്ലാ. എല്ലാവരുടെയും തലഭാഗത്ത് 2 മലക്ക് കൊണ്ട് രാവിലെ ദുആ ഇറക്കും. രണ്ടാമത്തേത് മലക്ക് ദുആ ഇറക്കും, അല്ലാഹുമ്മ അതി മുംസികൻ തലിഫാ. ഇന്നത്തെ ദിവസം എന്തെല്ലാം ആരെ വഞ്ചിക്കാണോ, ആരെ കള്ളത്തരത്തിൽ കൊടുക്കാൻ വേണ്ടിയോ, അല്ലെങ്കിൽ വേണ്ടത്തരം ചിന്തിക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ ഇവനക്ക് കൊടുക്കാൻ ഉണ്ടായിട്ട് പോലും പിടിച്ചു വെക്കുന്നുണ്ടോ, അവിടുന്ന് ഹബീബായ പ്രവാചകൻ പറയുന്നു, മലക്ക് ദുആ ഇറക്കുന്ന ദുആന് അല്ലാഹുമ്മ അതി അല്ലാഹുമ്മ അതി മുൻഫിഖൻ ഖലഫ അല്ലാഹുമ്മ അതി മുംസികൻ തലിഫാ. ഇവന്റെ സമ്പത്ത് നീ നശിപ്പിക്കണേ അല്ലാ, ഇവന്റേതായ ചിന്തയെ നീ നശിപ്പിക്കണേ അല്ലാ എന്ന് മലക്ക് ദുആ ഇറക്കുമ്പോൾ എന്റെ മുഅ്മിനീങ്ങളെ നല്ല ദുആയിൽ നമുക്ക് ഉൾപ്പെടണം. രാവിലെ നാം എനിക്കുമ്പോ നല്ല ചിന്തയോടുകൂടി ആരെയും ചിന്തിക്കണ്ട, എന്നെ കുറിച്ച് തന്നെ ഞാൻ ചിന്തിച്ചിട്ട് അന്ന് ഒന്ന് എണിച്ചു കഴിഞ്ഞാൽ അല്ലാഹു പൊരുത്തപ്പെട്ട നിലക്കായാൽ അല്ലാഹു സ്വീകരിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ കാരുണ്യം നമുക്കുണ്ടായി കഴിഞ്ഞാൽ അല്ലാഹു മലക്കുകളോട് പറയും, ഉദ്ഖുലിൽ ജന്നത ബിഗൈരി ഹിസാബ്. ഈ മനുഷ്യനെ ഹിസാബ് കൂടാതെ കണക്ക് കൂടാതെ സ്വർഗ്ഗത്തിൽ കടത്തണേ. മറ്റൊരു ഹദീസിൽ കൂടി മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സല്ലല്ലാ അലയ്യ ബലഗനി. മറ്റൊരു ഹദീസാണ്, നിങ്ങൾ എവിടെയായിരുന്നാലും പോലും എൻ്റെ മേലെ സ്വലാത്ത് ചൊല്ലിയാൽ അത് എന്നിലേക്ക് എത്താതിരിക്കൂല. എവിടെയായാലും നിങ്ങളുടെ സ്വലാത്ത് എന്നിലേക്ക് അത് നേരിട്ട് തന്നെ എത്തുക തന്നെ ചെയ്യുമെന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ? വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. ഒരു കളവ് പോലും പറയാത്ത, വമാ യന്തിഖു അനിൽ ഹവാ, സ്വന്തം ഇഷ്ടത്തിൽ ഒരു വാക്ക് പോലും ഉച്ചരിക്കാത്ത പ്രവാചകനാണ്. ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അല്ലാഹുവിന്റെ
അള്ളാഹുവിന്റെ ഭാഗത്തുള്ള ദിവ്യ സന്ദേശം കൊണ്ടിട്ടല്ലാതെ ഒരു വാക്ക് പോലും ഉച്ചരിക്കാത്ത, ഒരിക്കലും കളവ് പറയാത്ത സാദിഖുൽ മസ്തൂഖായ അൽ-അമീനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്. മറ്റൊരു ഹദീസിൽ പറയുന്നു ഈ സ്വലാത്തിനെ കുറിച്ച്, മഹാനായ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു, മഹാനായ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്, ഇന്നല്ലാഹ വഖല ബിഹി ബിഖബ്രിൻ മലകൻ അതാഹു അല്ലാഹു അസ്മാഅൽ ഖലായിക് ഹബീബുനാ റസൂലുള്ളാഹി. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബിയുടെ സഹാബത്താണ് ഇവരെല്ലാം, തന്റെ നബിയെ കൂടെ ജീവിച്ചവരാണ് ഇവർ പറയുകയാണ്, ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ ഇന്നല്ലാഹ വക്കല ബികും മലക്കാ, ഒരു മലക്കിനെ അല്ലാഹു അയാൾക്ക് ഏൽപ്പിക്കും. അയാൾക്ക് വേണ്ടി പ്രത്യേകമായ ഒരു മലക്കിനെ അല്ലാഹ് ഏൽപ്പിക്കും. എവിടെ ഏൽപ്പിക്കും? അയാൾ മരിച്ചാലാണെങ്കിൽ അയാളെ ഖബറിന്റെ അടുത്തുള്ള ഏൽപ്പിക്കും. ദുനിയാവിൽ വെച്ചിട്ട് എത്ര സ്വലാത്ത് പറഞ്ഞോ, ഇഖ്ലാസോട് കൂടി പറയണം, ആത്മാർത്ഥതയോട് കൂടി പറയണം. എങ്ങനെ പറഞ്ഞാൽ സ്വലാത്തിന് കൂലി കിട്ടും? കിബ്റോട് പറഞ്ഞാൽ കൂലി കിട്ടും, കാണാൻ വേണ്ടി പറഞ്ഞാൽ കൂലി കിട്ടും, ഞാൻ വലിയ സ്വലാത്ത് ചെല്ലുന്ന ആൾ പറഞ്ഞാൽ എങ്ങനെ കൂലി കിട്ടും? പക്ഷേ ഇഖ്ലാസോട് കൂടി ആത്മാർത്ഥതയോട് കൂലി കിട്ടുന്ന കൂലി അതൊരിക്കലും നഷ്ടപ്പെടാത്ത കൂലിയാണ്. ആ കൂലി നാളെ ഖബറിൽ വരുന്നതാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. എന്നിട്ട് അല്ലാഹു തആല ഒരു മലക്ക് അവന്റെ ഖബറിലേക്ക് ഏൽപ്പിക്കും. എന്നിട്ട് അല്ലാഹു തആല ആ മലക്കിനോട് പറയും, അസ്മാഅൽ ഖലായിക്, ഈ സ്വലാത്ത് ചൊല്ലിയ എല്ലാ മനുഷ്യന്മാരുടെ പേരൊന്ന് രേഖപ്പെടുത്തണേ, അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവിടുന്ന് പേര് അവിടുന്ന് രേഖപ്പെടുത്തുകയാണെന്ന് സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹി. തീർന്നിട്ടില്ല, അതേ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നു, വലാ യുസല്ലി അലയ്യ അഹദുൻ, ഒരാൾ എന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നില്ല ഇലാ യൗമിൽ ഖിയാമ, ഖിയാമ ദിവസം വരെ എന്റെ മേൽ ഒരാൾ ഒരു സ്വലാത്ത് പോലും ചൊല്ലുന്നില്ല. എന്നാൽ ബലഗനി ഇല്ലാ ബലഗനി ഇസ്മിഹി വസ്മി അബീഹി, അവന്റെയും അവന്റെ ബാപ്പാന്റെ പേരിന്റെ കൂടെ പേരെഴുതിക്കൊണ്ട് സ്വലാത്ത് ചൊല്ലാത്ത മനുഷ്യന്റെ പേരാണെന്ന് അവിടുന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് അവന്റെ മുമ്പിൽ ഹാജരാക്കുമെന്ന് സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ചൊല്ലിക്കോ, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ മുത്തനബിയുടെ സ്വലാത്ത് കഴിഞ്ഞത്ര നാം ചൊല്ലണം. കാരണം സ്വലാത്തിൽ ഒരു കൂട്ടു പ്രാർത്ഥനയുണ്ട്. ആ കൂട്ടു പ്രാർത്ഥനയ്ക്ക് നമുക്ക് ഉത്തരം കിട്ടണം. ഒരുപാട് ഹദീസുകളും ചരിത്രങ്ങളും ഈ പറഞ്ഞ ഈ സദസ്സിൽ എന്റെ മുഅ്മിനീങ്ങളെ ഒരുപാട് സ്വലാത്ത് പറഞ്ഞ ഈ സ്വലാത്തിൽ ആ കൂട്ടു പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നതാണ്. എന്റെ മുഅ്മിനീങ്ങളെ അവന്റെ കയ്യിൽ അവനിൽ എഴുതിക്കൊണ്ട് അവിടെ നിന്ന് പറയുന്നു, ഫുലാൻ ഇബ്നു ഫുലാൻ ഖദ് സല്ലാ അലൈഹാ, ഈ മനുഷ്യൻ എന്റെ മേൽ സ്വലാത്ത് ചൊല്ലിട്ടുണ്ട് രേഖപ്പെടുത്തിക്കൊണ്ട് അവിടുന്ന് ഖബറിലേക്ക് അവനെ കൊണ്ടുപോകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ മുഅ്മിനീങ്ങളെ സ്വലാത്ത് പറഞ്ഞിട്ട് കിട്ടിയവരുടെ ഗുണം എന്താണ്? ദൂരത്തേക്കൊന്നും ചിന്തിക്കണ്ട. ഹബീബായ മുത്തനബിന്റെ സ്വഹാബത്ത് എപ്പോഴും സ്വലാത്ത് ചൊല്ലുകയായിരുന്നു. അവിടുന്ന് സുജൂദിലായി കിടന്നുകൊണ്ട് ശുക്രിന്റെ സുജൂദ് ചെയ്തതിന്റെ ശേഷം എപ്പോഴും അവിടുന്ന് പ്രവാചകന്റെ മേൽ അവിടുത്തെ സ്വഹാബത്ത് സ്വലാത്ത് ചൊല്ലുകയായിരുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ഖുതുബീങ്ങൾപ്പെട്ട 4 ഖുതുബീങ്ങൾപ്പെട്ട മഹാനല്ല റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ വറവുള്ള ആബിദായ ആലിമായ ഇബാദത്തിൽ മുസ്ലിയ എത്രയോ കറാമത്തിന്റെ ഉടമയായ മഹാനായ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ആരാണ് ആ കാലഘട്ടത്തിൽ? എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഔലിയാക്കന്മാർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, എന്തെല്ലാം ചെയ്തിട്ട് അനാചാരം ചെയ്തിട്ട് വേണ്ടാത്ത ചെയ്തിട്ട് അവർ ഔലിയായതോ? നിങ്ങളൊന്നും ചിന്തിച്ചു പോകരുത് എന്റെ മുഅ്മിനീങ്ങളെ. ഔലിയാക്കന്മാർ ചെയ്യുന്നത് പോകട്ടെ, അവരെ മനസ്സിൽ പോലും വേണ്ടാത്ത വിചാരം
വികാരം വന്നാൽ അവിടുന്ന് അവർക്ക് അവരുടെ ശൈഖന്മാരെ കൊണ്ട് അവിടുന്ന് ദുനിയാവിൽ തന്നെ അവരെ ശിക്ഷിക്കപ്പെടുമെന്ന് എത്രയോ ചരിത്രങ്ങളുണ്ട്. മഹാനായ റിഫായി ശൈഖ് കാലഘട്ടത്തിൽ ഒരു മഹാനുണ്ടായിരുന്നു. വലിയ കിതാബ് തിരിയുന്ന മഹാനാണ്. വലിയ കിതാബിൽ വലിയ അഗ്രഗണ്യനായ പ്രഗത്ഭനായ മഹാനാണ്. മഹാനായ ഇബ്നു ദഖീഖുൽ ഈദ് എന്നുള്ള വലിയ പണ്ഡിതനാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായത്. ആ കാലഘട്ടത്തിൽ മഹാനവറുകൾ ഒരിക്കൽ മനസ്സിൽ വിചാരിച്ചു പോയി, ആറ് എല്ലാ കിതാബ് തിരിയുന്ന എല്ലാം അറിയുന്ന അങ്ങനെ ഉണ്ടല്ലേ, ഞങ്ങൾ ചുറ്റുഭാഗത്ത് ഇങ്ങനെ ഖതീബന്മാർ ഉണ്ടാകും. ദേരളക്കട്ട ഖതീബ്, കിന്നിയുടെ ഖതീബ്, പണീരിന്റെ ഖതീബ് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ചിലപ്പോ ചിന്തിച്ചു പോയി, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയുന്നു, ഞാനല്ല പറയുന്നു, അത്ര അയാൾക്ക് ചിലപ്പോ അറിഞ്ഞിട്ടുണ്ടാവൂല എന്ന് നമ്മുടെ മനസ്സിൽ തോന്നുന്നു. എന്റെ മുഅ്മിനീങ്ങളെ, മഹാനായ ഇബ്നു ദഖീഖുൽ ഈദ് എന്നുള്ള പണ്ഡിതന്റെ മനസ്സിൽ അങ്ങ് തോന്നിപ്പോയി. ആ പണ്ഡിതന്റെ മനസ്സിൽ റിഫായി ശൈഖിന്റെ കാലക്കാരനാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച മഹാനാണ്. അദ്ദേഹം മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു, റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു നല്ല ഇബാദത്തുകാരനാണ്, നല്ല സൂക്ഷ്മത ഉള്ളവരാണ്, വലിയ ആബിദാണെല്ലാം ചിന്തിച്ചു. പക്ഷേ അത്രയും വലിയ ഇൽമില്ല. അയാൾ പറഞ്ഞത് സത്യമാണ്. പക്ഷേ ഇൽമു അല്ലാഹു ലദുനിയ ഇൽമു പല നിലക്കല്ല റിഫായി ശൈഖ് ഔലിയാക്കന്മാർക്കല്ല കൊടുക്കുന്നതാണ്. ലദുനിയ ഇൽമു ഇങ്ങനെ പഠിച്ചിട്ടൊന്നല്ല, വിചാരിക്കാത്ത ഭാഗത്തിൽ കൂട്ടി കിട്ടുന്ന ഇൽമു. മഹാനായ ഖളിർ നബിന്റെ ചരിത്രം ഖുർആനിൽ കൂടി അൽ കഹ്ഫ് സൂറത്തിൽ പറയുന്നില്ലേ? ആ ഖളിർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു എത്രയാണ് ലദുനിയായ ഇൽമു അല്ലാഹു കൊടുത്തത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് ഇൽമു പഠിക്കാൻ വേണ്ടി പോയപ്പോ എന്റെ കൂടെ നിനക്ക് ക്ഷമിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് അവിടുന്ന് മൂസാ നബിയോട് ഖളിർ നബി അലൈഹിസ്സലാം പറഞ്ഞില്ലേ? മൂസാ നബി എത്രയും മുഇസ്സത്ത് കാട്ടിയ മഹാനല്ലേ? അദ്ദേഹത്തോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ മുഅ്മിനീങ്ങളെ, സംഭവിച്ചില്ലേ? വരാനിരിക്കുന്ന കാര്യം കണ്ട് മനസ്സിലാക്കാൻ സാധിച്ച മഹാനാണ് മഹാനായ ഖളിർ നബി അലൈഹിസ്സലാം. അതെനിക്ക് പറയുന്നു ലദുനിയ ഇൽമു, അത് അല്ലാഹു കൊടുക്കുന്ന കഴിവാണ്. കപ്പലിൽ കയറി തന്റെ സുഹൃത്തിനെ പിടിച്ചു. കപ്പൽ കടലിന്റെ സമുദ്രത്തിന്റെ മധ്യത്തിലെത്തിയപ്പോ കപ്പലിനെ ഓട്ടയാക്കി, തോണ്ടി ഓട്ടയടക്കി. അപ്പലല്ലേ മൂസാ നബിക്ക് സഹിക്കാൻ കഴിയാതെ മറ്റുള്ള അന്ന സഫീനത, ഈ കപ്പൽ നിങ്ങൾ എന്തിനാണ് ഓട്ടയാക്കുന്നത്? വെള്ളം വന്ന് ഞങ്ങൾ മുങ്ങിപ്പോകൂലേ എന്ന് ചോദിച്ചപ്പോ ആ ഓട്ടയാക്കിയ കപ്പലിലെ എന്തോ സാധനം കൊണ്ട് അടച്ചു. സംഗതി മനസ്സിലായില്ല. പാവപ്പെട്ട കപ്പലായിരുന്നു. അങ്ങേയൊക്കെ അക്കരയിലേക്ക് കടന്നപ്പോഴാണ് സംഭവം പറയുന്നത്. പാവപ്പെട്ടവന്റെ ഇത് കപ്പലാണ്. അക്കരയിൽ കൂടി ഒരുപാട് കൊല്ല സംഘക്കാരുണ്ട്, ദറോഡക്കോറുണ്ട്, പിടിച്ചെടുക്കുന്നവർ. നല്ല നല്ല കപ്പൽ കണ്ടാ പിടിച്ചെടുക്കും അവർ. നോക്കുമ്പോ ഇത് ഓട്ടയാക്കിയത് കൊണ്ട് ഈ പാവപ്പെട്ടവന്റെ കപ്പൽ അവർ പിടിച്ചെടുത്തില്ല. പാവപ്പെട്ടവർക്ക് ഒരു തുണയാണ് മഹാനായ ഖളിർ നബി ചെയ്തത്. പക്ഷേ പിന്നീട് വരുന്ന കാര്യം പിന്നീട് മനസ്സിലാക്കി. അതെനിക്ക് പറയുന്നു ലദുനിയ ഇൽമു. ഒരു കുട്ടിയെ പിടിച്ചിട്ട് അറുത്തു കൊന്നില്ലേ? കൂട്ടത്തിൽ വെച്ച് കളിക്കുന്ന സുന്ദരനായ അമ്മൽ ഗുലാമു ഫകാന ലിഅബവാഹു മുഅ്മിനൈനി ഫഖശീന അൻ യുർഹികഹുമാ തുഗ്യാനം കുഫ്റാ. അൽ കഹ്ഫ് സൂറത്തിന്റെ ആയത്തല്ലേ ഇത്? കുട്ടിയെ അറുത്തു കൊന്നു. അപ്പ ചോദിച്ചു, ആറ് ശിഷ്യനായ മൂസാ നബി ഖളിർ നബിയോട് ചോദിച്ചു, ഇത്രയും നല്ല ചന്തമുള്ള കുഞ്ഞിയെ നിങ്ങൾ എന്തുകൊണ്ട് കൊന്നു എന്ന് ചോദിച്ചപ്പോ മൂസാ നബിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഖളിർ നബി പറഞ്ഞ സംഭവമുണ്ട്. ഇന്നക ലൻ തസ്തതിയ മഅയ സബ്റാ. മൂസ, എന്റെ കൂടെ നിനക്ക് പഠിക്കാൻ സാധിക്കില്ല മൂസ എന്ന് വിട്ടുപിരിയാണ് പോലും അടുത്തായ അവസ്ഥയെത്തി. എന്തുകൊണ്ടാണ് കൊന്നത്? ഖുർആനിൽ പറയുന്നു, അമ്മൽ ഗുലാമു ഫകാന അബവാഉ മുഅ്മിനൈനി ഫഖശീനാ. ഈ കുട്ടിയുടെ കൊല ചെയ്യപ്പെട്ട അറുത്തു കൊന്ന കുഞ്ഞിയുടെ ഉമ്മയും ബാപ്പയും അവർ സ്വാലിഹായ ഉമ്മയായിരുന്നു, ബാപ്പയായിരുന്നു. ഫഖശീനാ അൻ യുർഹികഹുമാ തുഗ്യാനം കുഫ്റാ. കുഞ്ഞിന്റെ മുഖത്ത് ചന്ത മാത്രമാണ്, കുഞ്ഞിന്റെ മുഖത്ത് ഞാൻ കണ്ടത് ഈ മോന്റെ കാരണമായി ഉമ്മയും ബാപ്പയും അവിടുന്ന് കാഫിറാകുന്ന സ്ഥിതിയാണ്. അതുകൊണ്ട് ഞാൻ കുഞ്ഞിയെ കൊന്നത്. ശരിയല്ലേ?
ശരിയല്ലേ? ഉമ്മയും ബാപ്പയും മുഅ്മിനാണ്, അള്ളാനെ ഭയപ്പെടുന്നവരാണ്. അവർ കാരണം ഇന്ന് അങ്ങനെ ഉണ്ട് ചില ആൾക്കാർ മക്കളെ പേടിച്ച് നടക്കുന്ന ഉപ്പമാർ, മക്കളെ പേടിച്ച് നടക്കുന്ന ഉമ്മമാർ കുറെ ആയത്ത് ഹദീസെല്ലാം കൊണ്ടുവന്ന് അങ്ങനെ അതും ശിർക്കും ഇതും ശിർക്കും വിദഅത്ത് പറയുന്നവർ, അവരെ പിൻപറ്റി നടക്കുന്ന ചില ഉപ്പമാരുണ്ട്. അല്ലാഹു കാക്കട്ടെ. ഇന്നലെ കുറെ കാര്യങ്ങൾ പറഞ്ഞു, അതിലേക്ക് ഞാൻ പറയുന്നില്ല, ഇങ്ങനെ തമാശക്കൊന്നും പറയാതെ കണ്ട് വിഷയത്തിലേക്കാണ് ഞാൻ വന്നത്. മഹാനായ ഖദർ നബിക്ക് അല്ലാഹു കൊടുത്ത ഇൽമാണ്. ഏത് ഇൽമ്? ലദുനിയാ ഇൽമ്. അപ്പോൾ ഞാൻ പറയുന്ന വിഷയം വേറെയാണ്. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാണ്. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മഹാനായ ഇബ്നു ദഖീഖ് റളിയല്ലാഹു അൻഹു എന്ന വലിയ പണ്ഡിതനാണ്. ഇൽമുള്ള, വറഉള്ള, സൂക്ഷ്മതയുള്ള വലിയ ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം മനസ്സിൽ കരുതി റിഫായി ശൈഖ് തങ്ങൾ ഇബാദത്തുകാരനാണ്, കറാമത്തുള്ള മനുഷ്യനാണ്, അത്ഭുതമുള്ള മനുഷ്യനാണ്. പക്ഷെ എന്റെ അത്ര അറിവ് ഇല്ല എന്ന് മനസ്സിൽ പറഞ്ഞില്ല. ചിന്തിച്ചു പോയി. ഇത് മഹാനായ റിഫായി ശൈഖ് തങ്ങൾക്ക് മഹാനവറുകൾക്കുള്ള മനസ്സ് കാണാൻ സാധിച്ചപ്പോ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു മഹാനായ ഇബ്നു ദഖീഖുൽ ഈദ് റളിയല്ലാഹു അൻഹുവിനെ കാലുകൊണ്ട് ഒന്ന് ചവിട്ടി. ആ ചവിട്ടിയ ആ ഇബ്നു ദഖീഖ് റളിയല്ലാഹു അൻഹു 70,000 വർഷം നടന്നു പോകുന്ന ദൂരെയാണ് ആ മനുഷ്യൻ തിരിച്ചു പോയത്. 70,000 വർഷം നടന്നു പോകുന്ന ദൂരത്തേക്കാണ് ഈ ഇബ്നു ദഖീഖുൽ ഈദ് എന്നുള്ള പണ്ഡിതൻ തിരിച്ചത് രാത്രിയിലാണ്, ആരുമില്ലാത്ത സ്ഥലത്താണ്, കാട് പ്രദേശത്താണ്. ബേജാറോട് കാട് പ്രദേശത്തോട് ഇബ്നു ദഖീഖുൽ ഈദ് ഇങ്ങനെ ഇരിക്കുമ്പോ മനസ്സിൽ ചിന്തിച്ചു പോയി, ഞാൻ എന്ത് തെറ്റ് ചെയ്തു പോയി, ഞാൻ മറ്റൊരാളെ കുറിച്ച് ഞാൻ ഇങ്ങനെ വിചാരിച്ചു പോയല്ലോ, അയാളോട് ഞാൻ എങ്ങനെ മാപ്പ് അപേക്ഷിക്കുക, ഞാൻ ഒന്നുമല്ലാത്ത പ്രദേശത്തിലാണെന്ന് ചിന്തിക്കുമ്പോ ഇങ്ങനെ ബേജാറോട് ദുഃഖത്തോടെ കരഞ്ഞുകൊണ്ട് ഒരു കാട് പ്രദേശത്തിരിക്കും കുറെ സമയം നേരം പുലർക്കാൻ അത്തായം സമയമാകുമ്പോ ആ വഴിയിൽ കൂടി ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു വരുമ്പോ ഇയാൾക്ക് സമാധാനമായി. ഇബ്നു ദഖീഖ് സലാം പറഞ്ഞു, നിങ്ങൾ എവിടെയാണ്? ഞാൻ ഇന്ന് നാട്ടിൽ എന്താ എത്തിപ്പെട്ടു, എന്റെ മനസ്സിൽ എന്തോ ഒരു ചിന്തിച്ചു പോയി, എന്നെ ആരോ ചവിട്ടി ഞാൻ ഇവിടത്തേക്ക് എത്തിപ്പോയി എന്ന് പറഞ്ഞപ്പോ അവിടുന്ന് പറയുന്നു, ഈ മനുഷ്യൻ പറയുന്നു, നിങ്ങൾ ഇവിടെ തന്നെ എനിക്ക് നേരം കഴിയുമ്പോ അടുത്ത പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കും. ആ ബാങ്ക് കേൾക്കുമ്പോ അവിടേക്ക് നിസ്കരിക്കാൻ വന്നാൽ നിങ്ങളെ ചവിട്ടിയ മനുഷ്യൻ ആ പള്ളിയുടെ ആരാണത്? ഈ നടന്നിട്ട് വന്ന മനുഷ്യൻ ഖദർ നബി അലൈഹിസ്സലാമാണ്. ഇന്നും ജീവിച്ചിട്ടുള്ള നബിയാണ് ഖദർ നബി. പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞ ഖദർ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇന്നും ജീവിച്ചിട്ടുണ്ട്. ഖദർ നബി അലൈഹിസ്സലാമാണത്. എന്നിട്ടോ പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന മുക്രിക്കയാണ്. മഹാനവറുകൾ ബാങ്ക് കൊടുത്തു. ഈ മനുഷ്യനും ബാങ്ക് കേട്ടപ്പോൾ പള്ളിയിലേക്ക് പോയി. പള്ളിയിൽ പോകുമ്പോ ഇയാളെ മനസ്സിലുള്ള വെപ്രാളം, ഞാൻ ചെയ്ത തെറ്റ് ഞാൻ എങ്ങനെ മാപ്പ് ചോദിക്കുമെന്നിങ്ങനെ മനസ്സിൽ കടന്നു നിൽക്കുന്ന സന്ദർഭത്തിൽ റിഫായി ശൈഖ് ആ പള്ളിയിലേക്ക് ഇമാമത്തിലേക്ക് കടന്നു വരികയാണ്. നിസ്കാരത്തിലേക്ക് തുടർന്നു. നിസ്കാരമെല്ലാം കഴിഞ്ഞു. അങ്ങേ പോയി മാപ്പ് ചോദിക്കുമ്പോ അവിടുന്ന് റിഫായി ശൈഖ് തങ്ങൾ പറയുന്ന ഒരു മറുപടിയുണ്ട്. നിങ്ങൾ ആലിമാണ്, നിങ്ങൾ ആബിദാണ്, നിങ്ങൾ ഉന്നതമായ സ്ഥാനത്തെത്തിയമാണ്. നീ ആലിമായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരാളെ കുറിച്ചും നിങ്ങളെ മനസ്സിൽ വേണ്ടാത്ത വിചാരം ഉണ്ടാകരുതേ എന്ന് ഉപദേശം പറഞ്ഞുകൊണ്ട് അവിടുന്ന് രണ്ടാമത്തെ ഒരു ചവിട്ടി. ആ സന്ദർഭത്തിൽ മഹാനായ ഇബ്നു ദഖീഖുൽ ഈദ് റളിയല്ലാഹു അൻഹു ഏത് സ്ഥലത്തിൽ നിന്നാണ് പോയത് ആ സ്ഥലത്തേക്ക് എത്തിപ്പെട്ടു എന്ന് ചരിത്രം പറയുകയാണെങ്കിൽ മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ആ ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുന്ന മഹാനാണ്. അങ്ങനെയുള്ള റിഫായി ശൈഖിന്റെ കറാമത്ത് പറയുമ്പോ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ ചിലപ്പോ സാധിക്കില്ല. 22ാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നവരെല്ലാവർ നിങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കില്ല. പക്ഷേ ഉൾക്കൊള്ളുക തന്നെ വേണം. ഒരവസരത്തിൽ അവിടുന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അവിടുന്ന് പറഞ്ഞതെന്താണ്? ഫീഹാലത്തിൽ മുഅദിറു ഹീകും തിറുസിറുഹാ തുഖബ്ബിലുൽ അർള വഹി യാൻ മിനായിബത്തിൻ വഹാദിഹിൻ നൗബത്തുൻ
الأسماء قد حضرت فامدد يمينك كي تهضى بها شفتي. മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ഹബീബായ മുത്തുനബിയുടെ റൗളയിലേക്ക് പോയും കൊണ്ട് ആ റൗളയുടെ പരിസരത്തിരുന്നും കൊണ്ട് അവിടുന്ന് ഈ ബൈത്ത് പാടുകയാണ്. ഫീ ഹാലത്തിൽ ബുഅദി റൂഹി, എല്ലാ ദിവസത്തിലും ഞാൻ സ്വലാത്ത് പറഞ്ഞ് അവിടുന്ന് എന്റെ റൂഹിനെ ഹബീബായ മുത്തുനബിന്റെ റൗളയിലേക്ക് ഞാൻ അയക്കുമായിരുന്നു. ഷേഖ് പറയുകയാണ്, എന്റെ റൂഹിനെ ഞാൻ പ്രവാചകന്റെ റൗലയിലേക്ക് അയക്കുമായിരുന്നു. എന്നിട്ടോ ആ ബൈത്തിൽ പറയുന്നു, തുഖബ്ബിലുൽ അർള വഹി യാ അൻനായിബതിൻ. അവിടുന്ന് മഹാനായ റിഫായി ശൈഖ് തങ്ങൾ പറയുന്നു, എന്റെ റൂഹ് ആ മദീനയുടെ റൗലയിൽ വന്നും കൊണ്ട് അവിടുത്തെ മണ്ണ് ചുംബിച്ച് എന്നിലേക്ക് തിരിച്ചുമാകുമായിരുന്നു. എന്നിട്ട് മഹാനായ റിഫായി ശൈഖ് തങ്ങൾ അവിടുന്ന് പറയുന്നു, അതുകൊണ്ട് നബിയേ, ഇന്ന് വന്നത് എന്റെ റൂഹല്ല, ഇന്ന് വന്നത് എന്റെ ശരീരമാണ്. പൂട്ടിടപ്പെട്ട ആ റൗലയുടെ വാതിലൊന്ന് തുറന്ന് അങ്ങയുടെ റൗലയിൽ നിന്ന് കൈ എനിക്ക് കാണിച്ചു തരണേ. അങ്ങൊന്ന് റൗലയിൽ നിന്ന് കൈയൊന്ന് എനിക്ക് കാണിച്ചാൽ ഞാനൊന്ന് ചുംബിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ അവിടുന്ന് റൗല പൊട്ടും കൊണ്ട് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനേക്ക് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ഹബീബായ മുത്തുനബിന്റെ കൈ ചുംബിച്ചിട്ടുണ്ടെങ്കിൽ അത് മഹാന്മാർക്ക് സാധിക്കുന്ന സംഭവമാണ്. തൊട്ടടുത്തുള്ള പ്രദേശത്തിലുള്ളതായ കേരളത്തിന്റെ പ്രദേശത്തിലുള്ള മഹാനായ ഉമറുൽ ഖാദി ബിലങ്കൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി ബ്രിട്ടീഷുകാരോട് പോരാടിയ മഹാനല്ലേ. നിങ്ങൾ വെളിയങ്കോടുക്ക് പോയിട്ടുണ്ടാകും. ആ വെളിയങ്കോടിന്റെ പരിസരത്തുള്ള മഖ്ബറയുടെ പള്ളിയുടെ മുൻവശത്ത് ഒരു ഖബറുണ്ട്. ആ ഖബർ പൊട്ടിക്കിടക്കുകയാണ്. ആ ഖബറിൽ കൂടി പൊയ്യകൾ മണൽത്തരികൾ നിറക്കപ്പെട്ട ഖബർ കാണുന്നു. ആ ഖബർ പൊട്ടിയതിന്റെ ചരിത്രം പറയുന്നു. ബ്രിട്ടീഷുകാർ ഉമർ ഖാദി ബിലങ്കൂത്തിനെ അവിടുന്ന് ജയിലിലേക്ക് അടക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോ അവിടെ കിടന്ന മനുഷ്യൻ ഖബറിൽ നിന്ന് പൊട്ടിക്കൊണ്ടോ, തങ്ങളെ കൂടെ ജയിലിൽ കടക്കാൻ ഞാൻ എന്നെ സഹായിക്കാൻ വേണ്ടി വന്നപ്പോ ഉമർ ഖാദി കൈ കാണിച്ചുകൊണ്ട് കിടക്കാൻ പറഞ്ഞ ഖബർ ഇന്നും അവിടെ ഉമർ ഖാദി വെളിയങ്കോടിൽ കാണാൻ സാധിച്ചില്ലേ. മഹാനായ വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു അവിടുന്ന് പാടിയ ഒരു ബൈത്തില്ലേ, മാ ജഫദമൻ സാലമിൻ ഐനൈനി ലകിന്നഹു യജ്രി അലൽ ഖദ്ദൈനി من حب قلبي سيد القولين حيا وميتا في التراب رميما صلوا عليه وسلموا تسليما. മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ഒരിക്കൽ മദീനയിൽ പോയി, പരിശുദ്ധമായ മക്കയിൽ പോയി ഹജ്ജും കഴിഞ്ഞ് ഉംറയും കഴിഞ്ഞ് അവിടുന്ന് മദീനയിൽ പോയും കൊണ്ട് അവിടുന്ന് പാടിയ ഒരു ബൈത്താനിത്. എന്താണ് ഈ ബൈത്തിൽ? ഹബീബായ തങ്ങളെ ഓർത്തും കൊണ്ട് അവിടുന്ന് സ്വലാത്ത് പറഞ്ഞുകൊണ്ട് അങ്ങേക്ക് സലാം പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും എന്റെ കണ്ണിൽ നിന്ന് ധാരധാരയായി ഞാൻ വെള്ളം ഒലിപ്പിക്കുന്നവനാണ് ഹബീബേ. അതുകൊണ്ട് നേരിട്ട് ഹബീബിന്റെ റൗളയിലേക്ക് ഞാൻ ഇന്ന് കടന്നു ചെല്ലിരിക്കുകയാണ്. അതുകൊണ്ട് ഹബീബിന്റെ ആ വാതിലിന്റെ ഒരു പൂട്ടൊന്ന് പൊട്ടിച്ച് എനിക്കൊന്ന് ഹബീബായ മുത്തുനബിന്റെ റൗളവൊന്ന് കാണിക്കണേ എന്ന് പ്രാർത്ഥിച്ചപ്പോ അവിടുന്ന് മുത്തുനബിയുടെ റൗളയുടെ ആ അടക്കപ്പെട്ട വാതിലങ്ങ് അവിടുന്ന് പൊട്ടിത്തെറിച്ചും കൊണ്ട് മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്റെ മുഅ്മിനീങ്ങളെ, ഇത് മഹാന്മാരായ ഔലിയാക്കന്മാർക്ക് അല്ലാഹു കൊടുക്കുന്ന വലിയ കറാമത്താണ്.
നമുക്ക് മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്നേഹിച്ച, സ്വലാത്ത് ചൊല്ലിയ, മഹബ്ബത്ത് വെച്ച ഒരു മനുഷ്യനും ഇവിടെ പരാജയപ്പെട്ടിട്ടില്ല. കൈ ചുംബിച്ചു മഹാനായ അവിടുത്തെ വാതിൽ പൊട്ടി, ബീഗം പൊട്ടിക്കൊണ്ട് അവിടുന്ന് റൗള കാണാൻ സാധിച്ചില്ലേ? അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ തങ്ങളെ അങ്ങേയറ്റത്തെ മഹബ്ബത്ത് വെച്ചും കൊണ്ട് നാം സ്നേഹിക്കണം. ആ സ്നേഹത്തിന്റെ ഭാഗമാണ് സ്വലാത്ത് ചൊല്ലുക. സ്നേഹത്തിന്റെ ഭാഗമാണ് സ്വലാത്ത്. തങ്ങളെ കൂടെയുള്ളവർക്ക് തന്റെ കൂടെ ജീവിക്കാൻ സാധിച്ചു. തന്റെ കൂടെയുള്ളവർക്ക് തങ്ങളെ കൂടെ ജീവിക്കാനും ഇബാദത്ത് ചെയ്യാനും കണ്ടറിയാനും എല്ലാം മണത്തറിയാൻ സാധിച്ചു. പക്ഷേ നമുക്ക് മണത്തറിയാൻ സാധിച്ചില്ല, കണ്ടറിയാൻ സാധിച്ചില്ല. പക്ഷേ അങ്ങേ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ സ്വലാത്ത് ചൊല്ലിയാൽ ഉറപ്പായിട്ട് അവിടുത്തെ ഉന്നതമായ പദവിയിലേക്ക് എത്താൻ സാധിക്കും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ മുഅ്മിനീങ്ങളെ, സ്വലാത്ത് പറഞ്ഞ മനുഷ്യൻ ദുനിയാവിലും രക്ഷപ്പെടും, നാളെ ആഖിറത്തിലും രക്ഷപ്പെടും. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ ഉദാഹരണം പറഞ്ഞില്ലേ? ഹജ്ജിക്ക് പോയ ഒരു പലിശയെടുത്ത് പോയ പന്നിയുടെ കോലമായ മനുഷ്യന് പോലും സ്വലാത്ത് ചൊല്ലിയ കാരണം കൊണ്ട് ഹബീബായ മുത്തുനബി അവിടുന്ന് തടകിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ എത്ര സ്വലാത്താണുള്ളത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം എന്നുള്ള നാം ചൊല്ലുന്ന സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി എന്നുള്ള സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി വദവാഇയ വആഫിയത്തുൽ അബ്ദാനി വശിഫാഇയ വനൂറിൽ അബ്സാരി വദിയാഇയ വഅലാ ആലിഹി വസഹബിഹി വസല്ലം എന്നുള്ള സ്വലാത്ത്. പിന്നെ അതേപോലെ തന്നെ സ്വലാത്തുൻ നാരി, അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാം. പൂർത്തിയാകാത്ത കാര്യമില്ല. എന്ത് കാര്യങ്ങൾ ഉദ്ദേശിച്ച് ചൊല്ലിയാൽ പൂർത്തീകരിക്കുന്ന സ്വലാത്താണ്. മറ്റൊരു സ്വലാത്തുണ്ട്, ഹബീബായ മുത്തുനബി സ്വപ്നത്തിൽ കൂടി അറിയിച്ച സ്വലാത്തുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദ്റിൽ അളീമിൽ ജാഹ് വഅലാ ആലിഹി വസഹബിഹി വസല്ലം എന്നുള്ള ഈ ഒരു സ്വലാത്ത് കുറഞ്ഞിട്ട് ഒരു ദിവസമെങ്കിലും അവൻ 100 സ്വലാത്തോ അല്ലെങ്കിൽ 10 സ്വലാത്തോ ചൊല്ലി വെള്ളിയാഴ്ച രാത്രിയിൽ 100 അല്ലെങ്കിൽ 300 ചൊല്ലിയാൽ അവന് സംശയിക്കണ്ട. അങ്ങനെ ചൊല്ലിയ മനുഷ്യനിക്ക് നാളെ മരണസമയത്തിൽ ഇബ്ലീസ് വന്ന് വെള്ളം കാട്ടുമ്പോ അവന്റെ കയ്യിൽ നിന്ന് വെള്ളം തടുത്തും കൊണ്ട് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ശറഫാക്കപ്പെട്ട വായ നാവുകൊണ്ട് ഷഹാദത്ത് ചൊല്ലിത്തരും കേട്ടോ. എന്നിട്ട് നിന്നെ കൊണ്ടുപോയി ആറുമാറുമില്ലാത്ത ഖബറിൽ വെക്കുമ്പോ, 6 അടി മണ്ണിൽ നീ കിടക്കുമ്പോ, അവിടെ നിന്റെ ഖബറിലേക്ക് താഴ്ത്തുമ്പോ, നിന്റെ ശരീരം അവിടുന്ന് താഴെ ഖബറിലേക്ക് പോകുമ്പോ അവിടെ ഞാൻ ഹാജരാകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഖബറിൽ നിനക്ക് ചോദ്യം കേൾക്കുമ്പോ ആ ചോദ്യത്തിനിക്ക് നിനക്ക് എളുപ്പമുണ്ടാകും മനുഷ്യ. നിന്റെ മഅ്ശറയിൽ രക്ഷപ്പെടുത്തും മനുഷ്യ. ഹബീബായ മുത്തുനബിന്റെ ശഫാഅത്തിൽ ഒരുമിച്ച് കൂടും മനുഷ്യ. അങ്ങനെ ഓരോ സ്വലാത്തിന്റെ മഹത്വം പറയുകയാണെങ്കിൽ പറഞ്ഞു തീർക്കാൻ സാധിക്കില്ല എന്റെ മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, നാളെ ആഖിറത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഓരോ മനുഷ്യന്മാരോട് അല്ലാഹ് കേൾക്കും. അതിന്റെ സൂചനയാണ് ഒരു മനുഷ്യൻ ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് മണ്ണിട്ടാൽ മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ എന്ന് അവിടുന്ന് ഓരോ ദിക്റും പറഞ്ഞിട്ട് മണ്ണെല്ലാം മൂടി മീസാൻ കല്ല് വെച്ചും കൊണ്ട് നിന്റെ തലഭാഗത്ത് വന്നുകൊണ്ട് ഖതീബോ മുഅദ്ദിനോ വന്നും കൊണ്ട് നിന്നോട് പല ചോദ്യങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്താനുണ്ട്. മൻ റബ്ബുക വമൻ നബിയുക വമാ ദീനുക വമാ ഇമാമുക വമാ ഖിബ്ലതുക. ഇങ്ങനെയെല്ലാം
എല്ലാം ചോദിക്കുമ്പോ അവിടേക്ക് നേരായ ഉത്തരം നമുക്ക് പറയേണ്ടതുണ്ട്. അതും കഴിഞ്ഞു തീർന്നില്ല. ജനങ്ങളെല്ലാം മടങ്ങി വന്നു. ജനങ്ങൾക്കുള്ളതായ ചവിട്ടടിയുടെ ആ ശബ്ദം മായുന്നതിന് മുമ്പ് തന്നെ മായുന്നത് മാഞ്ഞത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഖബറിലേക്ക് രണ്ട് മലക്കൾ, മുൻകറും നക്കീർ എന്ന രണ്ട് മലക്കുകൾ വന്നുകൊണ്ട് നിന്റെ കിതാബ് നിന്റെ വലം കയ്യിൽ തരുമ്പോ, അല്ലെങ്കിൽ ഇടം കയ്യിൽ തരുമ്പോ, അല്ലെങ്കിൽ നിന്റെ പിന്നിൽ കൂടി തരുമ്പോ ആ കിതാബ് ഇങ്ങനെ വായിച്ചും കൊണ്ട് നീ ജനിച്ചത് മുതൽ മരണം വരെയുള്ള ഓരോ സംഭവം, നിന്റെ നിമിഷങ്ങൾ, നിന്റെ സെക്കൻഡുകൾ, നീ ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ച് വായിക്കുമ്പോ മനുഷ്യ നീ അത്ഭുതപ്പെട്ടു പോകും. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, യാ മാലി ഹാദൽ കിതാബ്, ഇത് എന്തൊരു കിതാബാണ് റബ്ബേ, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. എന്തൊരു കിതാബാണ് റബ്ബേ, ഇതിൽ ചെറുതും വലുതുമായത് ഒന്നും വിട്ടുപോയിട്ടില്ലല്ല റബ്ബേ എന്ന് അവിടുന്ന് അല്ലാഹു പറയുമ്പോ അതിലേക്ക് ഉത്തരം ചെയ്യാൻ നാം തയ്യാറാകേണ്ടതുണ്ട് എന്റെ മുഅ്മിനീങ്ങളെ. അവസരത്തിൽ ഒരു മനുഷ്യന്റെ ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫയുഹാസബു ഹിസാബൻ യസീറാ. എല്ലാരെ കയ്യിൽ കിതാബ് നൽകും പോലെയല്ല നിന്റെ കയ്യിൽ കിതാബ് നൽകപ്പെടുന്നത്. ചിലാലെ കയ്യിൽ അല്ലാഹ് വലത്തെ കയ്യിൽ കൊടുക്കും, ചിലാലെ ഇടത്തെ കയ്യിൽ കൊടുക്കും, ചിലാലെ പിന്നിൽ കൂടി കൊടുക്കും. ചില ആൾക്കാർ അവന്റെ രണ്ട് കയ്യിനെയും പിന്നിലേക്ക് വലിച്ചു കെട്ടിക്കൊണ്ട് അവന്റെ പിന്നിൽ കൂടി കിതാബ് നൽകുമ്പോ നീ പറയുന്ന ഒരു വാക്യമുണ്ട്, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. എന്തൊരു കിതാബാണ് റബ്ബേ, ഇതിൽ ചെറുതും ചെയ്തത് വലുതും ചെയ്തത്, അറിഞ്ഞു ചെയ്തത് അറിയാതെ ചെയ്തത്, മറച്ച് ചെയ്തത്, പിന്നെ പരസ്യമായി ചെയ്തത് രഹസ്യമായി ചെയ്തത് ഒന്നും വിട്ടുപോയിട്ടില്ലല്ല റബ്ബേ എന്ന് നിന്റെ കയ്യിൽ കിതാബ് നൽകപ്പെടുമ്പോ നീ പറയും മുഅ്മിനേ. അല്ലാഹ് മറ്റൊരു ആയത്തിൽ പറയുന്നു, ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി, ഒരു മനുഷ്യന്റെ കിതാബ് വലം കയ്യിൽ നൽകപ്പെട്ടാൽ ഫയുഹാസബു ഹിസാബൻ യസീറാ. മോനെ നീ രക്ഷപ്പെട്ടു മോനെ, നിന്റെ വലം കയ്യിൽ അല്ലാഹു കിതാബ് നൽകിയാൽ രക്ഷപ്പെട്ടു, നിന്റെ ഇടം കയ്യിൽ കിതാബ് നൽകിയാൽ നീ പരാജയപ്പെട്ടുമെന്ന് പരിശുദ്ധമായ ഖുർആനിൽ ബയ്യനല്ലാഹു അസ്സ വജൽ.